ഇത് ആരുടെ ചര്യയാണ്? വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ചര്യയാണ് സഹോദരാ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. പരിശുദ്ധമായ ഖുബാ പട്ടണത്തിലേക്ക് ഹബീബായ തങ്ങളും അനുചരന്മാരും പ്രവേശിക്കുമ്പോൾ നമസ്കരിക്കുവാൻ സ്ഥലമില്ല, അതിനുള്ള പള്ളിയില്ല. ഒരുപാട് സ്വഹാബാക്കൾ കൂട്ടത്തിലുണ്ട്. ഹബീബായ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, യാ അബൂബക്കർ, അല്ലയോ അബൂബക്കർ തങ്ങളെ, ഈ പരിശുദ്ധമായ പട്ടണത്തിൽ ഒരു പള്ളി നിർവഹിക്കണം, ഒരു പള്ളി നിർമ്മാണം നടത്തണം. ഇവിടെ പള്ളി എന്നത് അത്യാവശ്യമാണ്, നിർബന്ധമേറിയ വിഷയമാണ്. അതുകൊണ്ട് എത്രയും വേഗം പള്ളി നിർമ്മിക്കണമെന്ന് ലോകത്തിന്റെ നായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൽപ്പിക്കുമ്പോൾ, തങ്ങളോട് പറയുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് തന്റെ നെഞ്ചിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, എത്രയും വേഗം ഈ ഖുബാ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളി നിർമ്മാണം നടത്തണം, ഒരു പള്ളി നിർമ്മാണം നടത്തണം, ഒരു പള്ളി പണിയണം. അബൂബക്കർ തങ്ങൾ സംസാരിക്കുമ്പോൾ ലോകത്തിന്റെ നായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളി നിർമ്മിക്കുന്നതിന്റെ സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. ഏത് ഭാഗമാണ്, ഏത് ഭാഗത്തിലാണ് പള്ളി വെക്കേണ്ടത്, പള്ളി പണിയേണ്ടത്. ഹബീബായ തങ്ങൾ പള്ളി നിർമ്മാണം ആരംഭിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മാണം ആരംഭിച്ചു. ശിലാസ്ഥാപനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന് തങ്ങന്മാരെ വിളിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അതൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. പരിശുദ്ധമായ മദീനത്തെത്തിയപ്പോൾ, ഖുബാ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ തങ്ങൾ തന്നെ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു. കല്ലിട്ടതാരാണ്? ഹബീബായ റസൂലുള്ളാഹി. കല്ല് എടുത്തുയർത്തി കൊടുത്തതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ാകുന്ന മറ്റു സ്വഹാബാക്കളും കൂട്ടത്തിലുണ്ട്. മർമ്മപ്രധാനമായ ഡ്യൂട്ടി, മർമ്മപ്രധാനമായ ജോലി ഏറ്റെടുത്തത് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. കല്ലെടുത്ത് ഹബീബായ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. തങ്ങൾ ശിലാസ്ഥാപനം നടത്തി, കല്ലിട്ടു, പണി ആരംഭിച്ചു. ആലോചിച്ച് നോക്കിയേ, പള്ളിയുടെ പണി അവിടെ പൂർത്തീകരിപ്പിച്ചു. ആരാണ് പൂർത്തീകരിപ്പിച്ചത്? പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു തആല കഴിവ് കൊടുത്തു. ആർക്ക്? ഹബീബായ തങ്ങൾക്കും സച്ചരിതരാകുന്ന സ്വഹാബത്തിനും കഴിവ് കൊടുത്തു. പള്ളിയുടെ ആ പണി പൂർത്തീകരിച്ചു. വളരെ ആത്മാർത്ഥതയോടുകൂടി ഹബീബായ തങ്ങളും സ്വഹാബത്തും പള്ളി നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഹബീബായ തങ്ങളുടെ നിർവഹണം അത് പൂർത്തീകരിച്ചു. അവിടെ നമസ്കാരം ആരംഭിച്ചു. എത്രയോ സന്തോഷം. കാശ് കൂടുതൽ കൊടുത്തതാര്? സാമ്പത്തികം കൂടുതൽ കൊടുത്തതാര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രവർത്തിച്ചു. ഊണും ഉറക്കവുമില്ലാതെ വിഷമത്തോടുകൂടി, ശാരീരിക വിഷമത്തോടുകൂടി അവർ ഒരുപാട് പ്രവർത്തിച്ചു. ഒന്നും കണക്കിലെടുക്കാതെ പ്രവർത്തിച്ചു. അതിന്റെ അടിസ്ഥാനം ഇന്ന് പരിശുദ്ധമായ മദീന പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖുബാ എന്ന് പറയുന്ന പള്ളി നമുക്ക് കാണാൻ സാധിക്കും. ഖുബാ, മസ്ജിദ് ഖുബാ എന്ന് പേരും വെച്ചു. ആ പള്ളിയുടെ നിർവഹണം, ആ പള്ളി നിർമ്മാണത്തിന്റെ അടിസ്ഥാന വിഷയം നിങ്ങൾക്ക് മനസ്സിലായുവല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും പ്രമുഖന്മാരാകുന്ന അനുചരന്മാരും കൂടി നിർവഹിച്ച, നിർമ്മാണം നടത്തി പൂർത്തീകരിച്ച പള്ളിയാണ് മസ്ജിദ് ഖുബാ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര, ഹബീബായ തങ്ങൾ നിർവഹിച്ച പ്രവർത്തനമാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിർവഹിച്ച പ്രവർത്തനമാണ്, പ്രമുഖന്മാരാകുന്ന മുഴുവൻ സ്വഹാബാക്കളും നിർവഹിച്ച പ്രവർത്തനമാണ്. ഈ നാട്ടിലെ ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിൽ വെച്ച് നടത്തിയത്, ഗൾഫ് രാജ്യത്തിൽ വെച്ച് നടത്തിയത്. സ്വീകരിക്കുമാറാകട്ടെ. അവരോടൊപ്പം നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിന്റെ ജീവിതത്തിലും ആഖിറത്തിന്റെ ജീവിതത്തിലും ഈ പ്രവർത്തനം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് അല്ലാഹു തആല പ്രവേശിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം.
വിഷയം വളരെ വിശാലമായ വിഷയമാണ്. പറ്റുന്നിടത്തോളമൊക്കെ സംസാരിക്കാം. കാരണം വിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ കൂടുതൽ പ്രതിപാദിച്ച വിഷയമാണ് അനുഗ്രഹം. ഒരു മനുഷ്യൻ ഏതെല്ലാം ശൈലിയിൽ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ, ആ അനുഗ്രഹങ്ങൾ ആരൊക്കെ ഏറ്റെടുത്തു, ആ അനുഗ്രഹങ്ങൾ ആരൊക്കെ സ്തുതിച്ചു, അനുഗ്രഹങ്ങൾക്ക് സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചു, നന്ദി പ്രകടിപ്പിച്ചു, ആരെല്ലാം ആ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് പ്രവർത്തിച്ചു, ഇതൊക്കെ വളരെ വിശാലമായി വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളിലും പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് ഏകദേശം ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. സംസാരം ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്കുമുണ്ട്. എന്താണ് എന്ന് പറയേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്താ അത് സംസാരം നീട്ടാൻ പാടില്ല എന്ന് പൂർണ്ണമായി പറയാതിരിക്കാനുള്ള കാരണവും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സഹോദരന്മാരെ, സമയം കളയാതെ, സമയം വേസ്റ്റാക്കാതെ തുടക്കം തന്നെ എന്റെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ആദ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സച്ചരിതരാകുന്ന സ്വഹാബത്തിന്റെ മുന്നിൽ സാരസമ്പൂർണമായ ഒരു ഉപദേശം നൽകി. ആ ഉപദേശത്തോടു കൂടിയാണ് നമ്മുടെ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നത്. അതും അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചത്. നമ്മുടെ ശരീരം മുഴുവനും അനുഗ്രഹമാണ് സഹോദര. നമ്മുടെ ശരീരം മുഴുവനും അനുഗ്രഹമാണ്. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തത്തിന്റെ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയത്തുകളിലൂടെ, പരിശുദ്ധമായ വചനങ്ങളിലൂടെ അവന്റെ അടിമകളോട് സൂചിപ്പിക്കുന്നു, കൽപ്പിക്കുന്നു. ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുക, സഞ്ചരിക്കുക. സീറൂ ഫിൽ അർളി ജമീഅ, പറ്റുന്നിടത്തോളം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ പരിപാലകനായ അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ന് ഖുർആനിന്റെ ആയത്തിലൂടെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുമ്പോൾ, സഹോദരീ സഹോദര, ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നു, അതൊരു വിനോദയാത്രയായി നാം മാറ്റുന്നു. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, ഈ കാസർഗോഡ് നാട്ടിൽ തന്നെയുണ്ട് എത്രയെത്രയോ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ. അത് വേണ്ട രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അത് അനുഗ്രഹം എന്നതിലേക്ക് നാം കാണുന്നുണ്ടോ? അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ? മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവും സഹോദരന്മാരും അനുചരന്മാരും കിടക്കുക എന്നുള്ളത് ഈ കാസർഗോഡ് പട്ടണത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തമാണ് സഹോദര. അവിടേക്ക് ഞാൻ യാത്ര ചെയ്തു, സിയാറത്ത് നിർവഹിച്ച് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാഹ്. കാരണം എന്താണ്? ആ പരിശുദ്ധമായ ദൃഷ്ടാന്തം. ഒരു ദീനീ പ്രവർത്തനത്തിന് വേണ്ടി കടന്നു വന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു, അല്ലാഹു സ്വീകരിച്ചു. പല ഭാഗങ്ങളിലും പള്ളി നിർവഹിച്ചു, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യുക, അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്ന് ഖുർആൻ പറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുകയാണ്, അടിച്ചു പൊളിച്ചുള്ള യാത്ര. വീഗാലാൻഡിൽ പോകുന്നു, അതേപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുന്നു. ഈ യാത്ര അല്ലാഹുവിന്റെ കോപത്തിന്റെ യാത്രയായി മാറും. അല്ലാഹു കാക്കുമാറാകട്ടെ. യാത്ര സുന്നത്താണ്. വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് സുന്നത്തായ ഒരു കർമ്മമാണ്. പക്ഷേ അത് യാത്രയായിരിക്കണം. ഹറാമിയത്തുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള യാത്രയാണ് എങ്കിൽ അത് തെറ്റാണ്. അത് യാത്രയും തെറ്റായി മാറുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും തെറ്റായി മാറുന്നു. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ മുകളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന അനന്തവിശാലമായി കിടക്കുന്ന ആകാശം ആലോചിച്ചു നോക്കിയേ. ബിഗൈരി അമദിൻ തറൗനഹാ, അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്താണ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് സഹോദരി. നമുക്ക് മുകളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന അനന്ത വിശാലമായ ആകാശം യാതൊരു സപ്പോർട്ടും കൂടാതെ, യാതൊരു തൂണും കൂടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിരിക്കുകയാണ്. ഈ അനന്തവിശാലമായ ആകാശത്തെ ഇത് ദൃഷ്ടാന്തമാണ്, ഇത് അപാരമായ ഖുദ്റത്താണ്, ഇത് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള അനുഗ്രഹമാണ്.
ഭൂമി അനുഗ്രഹമല്ലേ? ഭൂമി മനുഷ്യന് അനുഗ്രഹമല്ലേ? മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലൂടെ എന്തെല്ലാം വസ്തുക്കളെയാണ് പടച്ചിരിക്കുന്നത്. ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടിയാണ് പടച്ചിരിക്കുന്നത്. അത് നമ്മോടുള്ള അനുഗ്രഹമല്ലേ? നമ്മോടുള്ള സ്നേഹമല്ലേ? ശരീരം അനുഗ്രഹത്തിന്റെ ശരീരമാണ്, ദൃഷ്ടാന്തമാണ് സഹോദര. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് കൽപ്പിക്കുകയാണ്, ഏ മനുഷ്യവിഭാഗമേ, മനുഷ്യവിഭാഗമേ, ഭൂതവിഭാഗമേ. ഇത് മനുഷ്യരോട് മാത്രമുള്ള കൽപ്പനയല്ല, ഭൂതവിഭാഗത്തിനോടുമുള്ള കൽപ്പനയാണ്. അല്ലാഹുവിന്റെ അടിമകളോടുള്ള കൽപ്പനയാണ്. ഏ അടിമകളെ, അടിമകളെ, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നിങ്ങൾ നോക്കിക്കൊള്ളുക. ശരീരത്തിൽ തന്നെ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സച്ചരിതരാകുന്ന സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു അവന്റെ അടിമകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിലൂടെ ചോദിക്കുകയാണ്, അഫലാ തസ്മഊൻ അഫലാ തുബ്സിറൂൻ അഫലാ തഅഖിലൂൻ. എത്രയെത്രയോ ഭാഗങ്ങളിലൂടെയാണ് നമുക്ക് ഉണർത്തി തരുന്നത്. ഏ മനുഷ്യവിഭാഗമേ, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല? നൂറുകണക്കിന് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് ഞാൻ നൽകുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? പല ഭാഗങ്ങളിലൂടെയും എന്നോടും നിങ്ങളോടും ഉണർത്തുമ്പോൾ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. രണ്ട് കണ്ണ് അനുഗ്രഹമാണ്, രണ്ട് ചെവി അനുഗ്രഹമാണ്, ഒരു നാവ് അനുഗ്രഹമാണ്, അനുഗ്രഹമാണ്. പരിശുദ്ധമായ ശഅബാനിന്റെ മാസത്തിന്റെ ആദ്യ ഭാഗത്തില് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്തുന്നതിന് വേണ്ടി വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തിലേക്ക് രാപ്രയാണം ചെയ്തു. ആ സന്ദർഭത്തിൽ ഹബീബായ തങ്ങളോടും തങ്ങളുടെ സമുദായത്തിനോടും സ്നേഹ സന്ദേശം നൽകി ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതൊരു സ്നേഹ സന്ദേശമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളോടും തങ്ങളുടെ സമുദായത്തിനോടും കൽപ്പിച്ചത്. നാവ് എന്നത് അനുഗ്രഹമാണ്. ഈ നാവ് കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഈ നാവ് കൊണ്ട് സംസാരിക്കാൻ സാധിക്കാത്ത എത്രയെത്രയോ സഹോദരന്മാർ, എത്രയെത്രയോ സഹോദരിമാർ നമുക്കിടയിലുണ്ട്. അവർ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. അവർ ഒരു വിഷയത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നോക്കുമ്പോൾ അവർ ഭാഗ്യമുള്ളവർ തന്നെയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർ പൂർണ്ണമായി സ്വീകരിച്ചവർ തന്നെയാണ്. നാവ് കൊണ്ട് അവർ പാപം ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്ക് കള്ളം പറയാൻ പറ്റൂല. അവർക്ക് പിന്നെ ഗീബത്ത് പറയാൻ സാധിക്കൂല. പരദൂഷണം, ഏഷണി, അപവാദം, കള്ളസത്യം തുടങ്ങുന്ന ഓരോ വൃത്തികെട്ട വാക്കുകൾ, ഹറാമിയത്തിന്റെ വാക്കുകൾ പറയാൻ സാധിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, അതൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പൊ നാവിലൂടെ പാപങ്ങൾ ചെയ്യാത്ത ജീവിതമാണ് ഈ വിഭാഗം നയിക്കുന്നത് എങ്കിൽ സ്വർഗത്തിന്റെ അവകാശികളെന്ന് നമുക്ക് ഹബീബായ തങ്ങളുടെ പരിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കും. നാവ് എന്നത് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം തന്നെയാണ് സഹോദര. ആ അനുഗ്രഹത്തിന് വേണ്ട രീതിയിൽ നന്ദി പ്രകടിപ്പിച്ചില്ല എങ്കിൽ തീർച്ചയായും അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നും ചോദ്യമുണ്ടാകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം.
ഏതെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കപ്പെടുന്നതാണ് ഖിയാമത്തിന്റെ വേളയിൽ, ഹിസാബിന്റെ വേളയിൽ, വിചാരണയുടെ വേളയിൽ. അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാകുമ്പോൾ ഇരു കാലുകളും ചലിപ്പിക്കാൻ സാധിക്കുകയില്ല. പല ചോദ്യങ്ങളും ചോദിക്കുന്നു. ആ ചോദ്യത്തിനും മറുപടി നൽകിയാലല്ലാതെ ഒരു മനുഷ്യനും തന്റെ കാൽപാദം ചലിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അനുഗ്രഹമാണ് സഹോദര ഈ നാവ് എന്നത്. ഈ നാവ് കൊണ്ട് വേണ്ട രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ, അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചില്ല എങ്കിൽ, നാവ് കൊണ്ട് കള്ളം പറഞ്ഞു, അപവാദം പറഞ്ഞു, ഏഷണി പറഞ്ഞു, പരദൂഷണം പറഞ്ഞു, വേണ്ടാത്തരങ്ങൾ പറഞ്ഞു, ചീത്ത പറഞ്ഞു, എന്നാൽ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ നശിച്ചു പോവുകയാ. കേട്ടോ, ഈ നാവിലൂടെ നമ്മുടെ സൽക്കർമ്മങ്ങളും മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാ. വളരെ ആത്മാർത്ഥതയോടുകൂടി പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ആത്മാർത്ഥതയോടുകൂടി 5 വഖ്ത് നമസ്കാരം നിർവഹിക്കുന്നു. പള്ളി മിനാരത്തിൽ നിന്നും ബാങ്കിന്റെ മന്ത്രധ്വനികൾ മുഴങ്ങുമ്പോൾ ഹയ്യ അലസ് സ്വലാഹ്, നമസ്കാരത്തിലേക്ക് കടന്നു വരിക, വിജയത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരിക. പരിശുദ്ധമായ ഭവനത്തിൽ നിന്നും മുഴങ്ങുമ്പോൾ എത്രയെത്രയോ സഹോദരന്മാരാണ് പള്ളിയിലേക്ക് കടന്നു വരുന്നത്, എത്രയെത്രയോ സഹോദരിമാരാണ് നമസ്കാരത്തിന്റെ റൂമിലേക്ക് പ്രവേശിക്കുന്നത്, നമസ്കാരവുമായി ബന്ധപ്പെടുന്നു, ഖുർആനിന്റെ ആയത്തുകളുമായി ബന്ധപ്പെടുന്നു, മറ്റുള്ള സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ തന്റെ നാവിനെ താൻ ഉദ്ദേശിക്കുന്ന ശൈലിയിലേക്ക് അഴിച്ചു വിട്ടുകഴിഞ്ഞു നമസ്കാരം ബാത്തിലായി, നോമ്പ് ബാത്തിലായി, മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് സഹോദരി, ആരെ സംബന്ധിച്ചും ഏഷണി പറയാൻ പാടില്ല, ആരെ സംബന്ധിച്ചും പരദൂഷണം പറയുവാൻ പാടില്ല. അതോടുകൂടി നമ്മുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും നശിച്ചു പോവുകയാണ്. അതാണ് സഹോദര, അതാണ് സഹോദരി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിലേക്ക് സ്നേഹ സന്ദേശം നൽകിയത്. പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ആര് കൽപ്പിച്ചു? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വളരെ സന്തോഷത്തോടുകൂടി ഹബീബായ തങ്ങള് ആകാശത്തിലേക്ക് രാപ്രയാണം ചെയ്തു. ലൈലത്തുൻ ഉസ്രിയ ബി ഇലസ്സമാ, ആകാശത്തിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിക്കപ്പെട്ട രാത്രി, അല്ലാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്താൻ പോകുന്ന രാത്രി, അല്ലാഹുവുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്ന രാത്രി. മറർതു അലാ ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലൂടെ ഞാൻ കടന്നുപോയി. ആര് കൽപ്പിക്കുകയാണ്? ആര് സൂചിപ്പിക്കുന്നു? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധമായ ശഅബാനിന്റെ മാസത്തിലാണ് നാം കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് കേവലം ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ അനുഗ്രഹത്തിന്റെ മാസം ഇതാ കടക്കാൻ പോവുകയാണ്. പരിശുദ്ധമായ റമളാനിന്റെ മാസം ഇതാ കടക്കാൻ പോവുകയാണ്. ആ റമളാനിന്റെ മാസം ആത്മാർത്ഥതയോടുകൂടി സ്വീകരിക്കുക, ആത്മാർത്ഥതയോടുകൂടി വരവേൽക്കുക. എപ്രകാരമാണ് സഹോദരി വരവേൽക്കേണ്ടിയുള്ളത്? എപ്രകാരമാണ് സഹോദര സ്വീകരിക്കേണ്ടിയുള്ളത്? നമ്മുടെ നാവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന നാവാകുന്ന അനുഗ്രഹം, ഈ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി പരിശുദ്ധമായ റമളാനിന്റെ മാസത്തിലേക്ക് പ്രവേശിക്കുക. ഹബീബായ തങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലൂടെ കടന്നു പോവുകയാണ്. ഓരോ പ്രവാചകന്മാരുടെയും അരികിലൂടെ ഹബീബായ തങ്ങൾ കടന്നു പോകുമ്പോൾ ഒന്നാം ആകാശത്തിൽ വെച്ച് ഇന്ന പ്രവാചകനെ കണ്ടു, രണ്ടാം ആകാശത്തിൽ വെച്ച് കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. ഓരോ ആകാശങ്ങളിൽ വെച്ച് ഹബീബായ തങ്ങൾ പല പ്രവാചകന്മാരെയും കണ്ടുമുട്ടുമ്പോൾ ഓരോ പ്രവാചകന്മാരും നൽകിയത് സ്നേഹത്തിന്റെ വാക്കാണ്, സ്നേഹ സന്ദേശമാണ്. അത് സമുദായത്തിന് ആത്മസംസ്കരണം നൽകുന്നതിന് വേണ്ടിയാണ്. അത് ഹബീബായ തങ്ങളുടെ സമുദായം സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയാണ്. വൃത്തികെട്ട ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് നല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കുക, തഖ്വയോടുകൂടിയുള്ള ജീവിതം നയിക്കുക. അതിനുവേണ്ടിയാണ് സഹോദര, അതിനുവേണ്ടിയാണ് സഹോദരി ഓരോ പ്രവാചകന്മാരും ഹബീബായ തങ്ങളോട് സ്നേഹ സന്ദേശം അറിയിച്ചത്.
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ അപരിചിതനായ മനുഷ്യനായി തോന്നി. തങ്ങൾക്ക് മനസ്സിലായില്ല കടന്നു വരുന്നത് ആരാണ്, ലോകത്തിന്റെ നായകനാണ് കടന്നു വരുന്നത് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായില്ല. തങ്ങളെ സംബന്ധിച്ച് ജിബ്രീൽ തങ്ങളോട് ചോദിക്കുകയാണ്, മൻ ഹാദാ യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ, അല്ലയോ ജിബ്രീലേ, ഈ കടന്നു വന്നിരിക്കുന്നത് ആരാണ്? അപരിചിതനായ മനുഷ്യനായി എനിക്ക് തോന്നുകയാണ് ജിബ്രീൽ, അറിയിച്ചു തന്നാലും ജിബ്രീൽ. ഹബീബായ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഫഖാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടി കൊടുത്തു, ഹാദാ മുഹമ്മദ്, അല്ലയോ ഇബ്രാഹിം, ഈ കടന്നു വന്നിരിക്കുന്നത് ലോകത്തിന്റെ നായകനാണ്, ഇത് സ്തുതിക്കപ്പെട്ടവരാണ്, ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇതാണ് മുഹമ്മദ്, അല്ലയോ ഖലീലുല്ലാഹി ഇബ്രാഹിമേ, ഇത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, ഹബീബായ തങ്ങളാണ് എന്നുള്ള വാർത്ത കേട്ടപ്പോൾ, സന്തോഷത്തിന്റെ വാർത്ത കേട്ടപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷം കൊണ്ട് പറയുകയാണ്, ഫഖാല ലഹു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളോട് സ്നേഹത്തിന്റെ വാക്ക് കൊടുക്കുകയാണ് സഹോദരാ, സ്നേഹത്തിന്റെ വാക്ക് കൊടുക്കുകയാണ് സഹോദരി, മുർ ഉമ്മതക, ഹബീബായ തങ്ങളാണ് എന്നുള്ള ആ ഒരു മറുപടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ ഉടനെ എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹ സന്ദേശം അറിയിക്കുകയാണ്, മെസ്സേജ് അയക്കുകയാണ്. തങ്ങൾ നൽകിയത് എന്താ പറഞ്ഞത്? എന്നോട് ആ സന്ദർഭത്തിൽ, ഏത് സന്ദർഭത്തിൽ? അള്ളാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്താൻ പോകുന്ന ആ സന്ദർഭത്തിൽ ഓരോ പ്രവാചകന്മാരും ചിന്തിച്ചത്, അവിടെയാണ് വിഷയം. ഓരോ പ്രവാചകന്മാരും ചിന്തിച്ചത് എന്നെക്കുറിച്ചാണ്, നിങ്ങളെക്കുറിച്ചാണ്, ഹബീബായ തങ്ങളുടെ സമുദായത്തെക്കുറിച്ചാണ്. തങ്ങളുടെ സമുദായം വഴികെട്ട ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. തങ്ങൾക്ക് മാത്രമല്ല ആ ചിന്ത ഉണ്ടായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ചിന്ത തങ്ങൾക്കാണ് ഉണ്ടായത്. എങ്കിലും ഓരോ പ്രവാചകന്മാർക്കും ആ സന്ദർഭത്തിലും ചിന്തയുണ്ടായിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം വഴികെട്ട ജീവിതം നയിക്കാൻ പാടില്ല, ആത്മസംസ്കരണത്തിന്റെ ജീവിതം നയിക്കണം, അവര് സ്വർഗത്തിന്റെ അവകാശികളായി തീരണമെന്നുള്ള ചിന്താഗതിയായിരുന്നു ഓരോ പ്രവാചകന്മാരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കൽപ്പിച്ചു ആരോട്? ഹബീബായ തങ്ങളോട്. മുർ ഉമ്മതക, അല്ലയോ പ്രവാചകരെ, പ്രവാചകരെ, അങ്ങയുടെ സമുദായത്തിനോട് കൽപ്പിക്കുക, ഫൽയുക്സിറൂ മിൻ ഗിറാസിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ധാരാളം വൃക്ഷം കിട്ടുവാൻ, മിൻ ഗിറാസിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ധാരാളം വൃക്ഷങ്ങൾ കിട്ടുവാൻ, പര്യാപ്തമായ അവസ്ഥയിലുള്ള സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുവാൻ പ്രവാചകരെ, പ്രവാചകരെ, അങ്ങയുടെ സമുദായത്തിനോട് കൽപ്പിക്കുക. സ്നേഹത്തിന്റെ വാക്കാ നൽകിയത്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നമ്മോടുള്ള സ്നേഹം എന്ന് ആലോചിച്ച് നോക്കുക. എന്താ? സ്വർഗത്തിൽ ധാരാളം വൃക്ഷങ്ങൾ കിട്ടുവാൻ പര്യാപ്തമായ സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്തുകൊള്ളുക, അങ്ങയുടെ സമുദായത്തിനോട് കൽപ്പിക്കുക എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന്റെ നായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കുമ്പോൾ ഫഇന്ന തുർബതഹാ ത്വയ്യിബ, ആരുടെ വചനമാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങൾക്ക് കൊടുക്കുന്ന പരിശുദ്ധമായ വചനമാണ്. ഫഇന്ന തുർബതഹാ ത്വയ്യിബ, പരിശുദ്ധമായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ മണ്ണ് അത് വിശാലമായ പരിശുദ്ധമായ മണ്ണാണ്. പറയുകയാണ്, സ്വർഗത്തിലെ മണ്ണ് പരിശുദ്ധമായ മണ്ണാണ്.
സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തങ്ങോട്ട് പ്രേരിപ്പിക്കുകയാ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുകയാണ് സമുദായത്തെ. സ്വർഗത്തിലെ മണ്ണ് പരിശുദ്ധമായ മണ്ണാണ്. മാത്രമല്ല സഹോദരി, അതിന്റെ ഭൂമിയുണ്ടല്ലോ വിശാലമായ ഭൂമിയാണ്, വിശാലമായ ഭൂമിയാണ്. എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന, തഖ്വയുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യനാണ്. വിശുദ്ധമായ ഖുർആനുമായി ധാരാളമായി ബന്ധപ്പെടുന്ന മനുഷ്യനാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ അനുഗ്രഹങ്ങൾക്ക് പറ്റുന്നിടത്തോളം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം കാണിച്ചു കൊടുത്തു. അത്ഭുതമേ അത്ഭുതം, മഹാ അത്ഭുതം തന്നെയാണ്. ആലോചിച്ചു നോക്കുക, നമ്മൾ പല അവസ്ഥകളിലും സ്വപ്നം കാണാറുണ്ട്. ദുനിയാവിന്റെ മേഖലകളുമായി ബന്ധപ്പെട്ട് പല സ്വപ്നങ്ങളും കാണുന്നു. സന്തോഷത്തിന്റെ സ്വപ്നം കാണുന്നു, സന്താപത്തിന്റെ സ്വപ്നം കാണുന്നു, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നു. പല അവസ്ഥകളിലും സ്വപ്നം കാണുമ്പോൾ ആ സഹോദരൻ ആത്മാർത്ഥമായി തഖ്വയോടുകൂടിയുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യൻ അല്ലാഹു തആല സ്വപ്നം കാണിച്ചു കൊടുത്തു. സ്വർഗത്തെയാണ് സഹോദരാ സ്വപ്നം കാണിച്ചു കൊടുത്തത്. ഹബീബായ തങ്ങളോട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിച്ചില്ലേ, അതിന്റെ ഭൂമി വിശാലമായ ഭൂമിയാണ്. ഈ ചെറുപ്പക്കാരൻ, ഈ സഹോദരൻ സ്വപ്നം കണ്ടു വിശാലമായ സ്വർഗത്തെ. എന്നോട് സംസാരിച്ചു. വല്ലാഹി സുമ്മ വല്ലാഹി, പരിശുദ്ധമായ ശഅബാനിന്റെ മാസത്തിന്റെ ആദ്യ ഭാഗത്തില് ഈ പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് ആണയിട്ടുകൊണ്ട് പറയുകയാണ്, സ്വർഗത്തിന്റെ വിശാലത കണ്ടു ഉസ്താദേ, സ്വർഗത്തിന്റെ വിശാലത കണ്ടുപോയി ഉസ്താദേ. ഞാൻ മരിച്ചുപോയി. എന്നെ ഇരു കരങ്ങളിലും പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ്. മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുകയാണ്, അനന്ത വിശാലമായി കിടക്കുകയാണ് സ്വർഗം. വലതുഭാഗത്തേക്ക് നോക്കിയപ്പോൾ വിശാലമായി കിടക്കുകയാണ് സ്വർഗം. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ നാനാഭാഗത്തേക്കും ആ മനുഷ്യനൊന്ന് തിരിഞ്ഞു നോക്കി. വിശാലമായി കിടക്കുകയാണ് സ്വർഗം. എത്രയോ അനുഗ്രഹമാണ് ആ സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. സ്വർഗത്തെ സ്വപ്നം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മുൻഗാമികളാകുന്ന പ്രവാചകന്മാർക്ക് കാണിച്ചു കൊടുത്തു, സ്വഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്തു, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കാണിച്ചു കൊടുത്തു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന് കാണിച്ചു കൊടുത്തു. ആ ഒരു അനുഗ്രഹമല്ലേ ആ ചെറുപ്പക്കാരൻ ലഭിച്ചത്. എന്തിലൂടെയാണ് സഹോദരി, എന്തിലൂടെയാണ് സഹോദരാ? അല്ലാഹുവിലേക്കുള്ള അടുപ്പത്തിന്റെ അടിസ്ഥാനമാണ്, ഖുർആനുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനമാണ്, നിക്റുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനമാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചതിന്റെ അടിസ്ഥാനമാണ്. സന്തോഷത്തിന്റെ സ്വപ്നത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തത്. നിറഞ്ഞുപോയി. ആ സമയത്ത് കണ്ണ് വല്ലാതെ നിറഞ്ഞുപോയി, രോമാഞ്ചം കൊണ്ടുപോയി. സ്വർഗത്തിൽ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആളെ വ്യക്തമാക്കാൻ പാടില്ല, ആളെ വ്യക്തമാക്കാൻ പാടില്ല, ആളെ വ്യക്തമാക്കരുത് എന്നൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളെ വ്യക്തമാക്കാതെ പറയാം, ആളെ വ്യക്തമാക്കാതെ പറയാം എന്ന് എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ജനങ്ങൾക്ക് ചിന്തയുണ്ടാകണം, ജനങ്ങൾക്ക് അതേ രീതിയിൽ കാണിച്ചു കൊടുക്കണമെന്നുള്ള ഒരു മാനസികമായ ചിന്താഗതി മനുഷ്യന്റെ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് അനുവാദം തന്നു സഹോദര. അതുകൊണ്ട് വിശാലമായ സ്വർഗം, ആ സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കാണിച്ചു കൊടുത്തു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ തങ്ങളോട് പറഞ്ഞു, സ്വർഗം അത് വിശാലമായതാണ്. ആ സ്വർഗത്തിൽ ധാരാളം വൃക്ഷം കിട്ടുവാൻ പര്യാപ്തമായ അവസ്ഥയിലുള്ള സൽക്കർമ്മങ്ങൾ അങ്ങോട്ട് ചെയ്യുവാൻ, സൽക്കർമ്മങ്ങളെ നല്ല പ്രവർത്തനങ്ങൾ അങ്ങോട്ട് ചെയ്യുവാൻ കൽപ്പിക്കാൻ പറഞ്ഞു. തങ്ങൾക്ക് സംശയം തോന്നി. അല്ല, സ്വർഗത്തിൽ ധാരാളം വൃക്ഷങ്ങൾ കിട്ടുവാൻ പര്യാപ്തമായ അവസ്ഥയിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ പറഞ്ഞപ്പോൾ തങ്ങൾക്ക് സംശയം തോന്നി. ഇനി ഏത് സൽക്കർമ്മമാ? തങ്ങൾ സംശയം ചോദിച്ചു. وما غراس الجنة يا إبراهيم, അല്ലയോ ഇബ്രാഹീമേ, അല്ലയോ ഇബ്രാഹീമേ, സ്വർഗത്തിൽ ധാരാളം വൃക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുവാൻ പര്യാപ്തമായ അവസ്ഥയിലുള്ള സൽക്കർമ്മം ഏതാണ്? ഏത് സൽക്കർമ്മത്തിലൂടെയാണ് ഇബ്രാഹിം എന്റെ സമുദായത്തിന് സ്വർഗത്തിൽ ധാരാളം വൃക്ഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക?
ഹബീബായ തങ്ങള് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംശയത്തിന്റെ ചോദ്യം ചോദിക്കുമ്പോൾ നബി തങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, ശബ്ദം ശ്രവിക്കുന്ന സഹോദര, സ്വർഗത്തിലെ വൃക്ഷമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എല്ലാവർക്കും മനപ്പാടമുള്ള പരിശുദ്ധമായ തസ്ബീഹാണ്, എല്ലാവർക്കും മനപ്പാടമുള്ള പരിശുദ്ധമായ വചനമാണ്. അതുകൊണ്ട് സഹോദര, ഈ ശഅബാനിന്റെ മാസം പൂർത്തീകരിക്കുന്നതോടുകൂടി ധാരാളമായി ഇപ്രകാരമുള്ള സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടുക. നാവിനെ സൂക്ഷിച്ചുകൊണ്ട്, നാവിനെ പരിശുദ്ധമാക്കിക്കൊണ്ട്, നാവ് കൊണ്ട് വൃത്തികേട് പറയാതെ, നാവ് കൊണ്ട് വേണ്ടാത്തരങ്ങൾ പറയാതെ, നാവ് കൊണ്ട് ഏഷണി പറയാതെ, നാവ് കൊണ്ട് പരദൂഷണം പറയാതെ, നാവ് കൊണ്ട് അപവാദത്തിന്റെ വാക്കുകൾ പറയാതെ, കളവ് പറയാതെ, ചീത്ത പറയാതെ, വേണ്ടാത്തരങ്ങൾ പറയാതെ ഖലീലുല്ലാഹി ഇബ്രാഹിം തങ്ങൾ കൽപ്പിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒരു മനുഷ്യൻ, ഒരു സഹോദരി, ഒരു സഹോദരൻ ഈ പരിശുദ്ധമായ വചനം ഒരു പ്രാവശ്യം പറയുകയാണ് എങ്കിൽ സഹോദരി, സ്വർഗത്തിൽ ഒരു വൃക്ഷമാണ് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു നൽകുന്നത്. എത്രയോ അനുഗ്രഹമാണ്, എത്രയോ സമയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ഒഴിവ് സമയം പ്രത്യേകിച്ച് സഹോദരിമാർക്ക് ധാരാളം സമയങ്ങൾ ലഭിക്കുമ്പോൾ, ധാരാളം സമയങ്ങൾ പുരുഷന്മാർക്ക് ലഭിക്കുമ്പോൾ, ആ സമയത്തിൽ നമ്മുടെ നാവ് അനുഗ്രഹമാണ് എങ്കിൽ ആ അനുഗ്രഹത്തിന് പ്രകാരമാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ വചനങ്ങളുമായി ബന്ധപ്പെടുക. തീർച്ചയായും എനിക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഈ നാവ്, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഈ നാവ്, ഈ നാവുണ്ടല്ലോ അല്ലാഹുവുമായി സംഭാഷണം നടത്തുന്നതാണ്, മലക്കുകളുമായി സംഭാഷണം നടത്തുന്നതാണ്. നന്ദികെട്ട ജീവിതം നയിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ നാവ് എനിക്കും നിങ്ങൾക്കും എതിരായി മാറുന്നു, പ്രതികൂല ശൈലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനു കോടി അനുഗ്രഹങ്ങൾ പ്രപഞ്ചത്തിന്റെ പരിപാലകനായ അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകുമ്പോൾ ശരീരത്തിന് ആഫിയത്ത് നൽകി എത്രയോ അനുഗ്രഹമാണ്. ഓരോ ഹോസ്പിറ്റലിലേക്കും ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഓരോ ഹോസ്പിറ്റലിലേക്കും ഒന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്രയോ രോഗികളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കൊന്ന് പ്രവേശിച്ചാൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊന്ന് പ്രവേശിച്ചാൽ, എവിടെയെല്ലാം മെഡിക്കൽ കോളേജ് ഉണ്ടോ, എവിടെയെല്ലാം വലിയ വലിയ ഹോസ്പിറ്റലുണ്ടോ, അവിടെയെല്ലാം ഒന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്രയോ രോഗികളെയാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നത്. സഹോദര, ആ സന്ദർഭത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അല്ലാഹു തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ. മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് വിഷമിക്കുന്ന എത്രയോ മനുഷ്യ വിഭാഗമാണ്. പടച്ചവനെ നീ കാക്കണമേ അല്ലാ, എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണമേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കള്, മക്കള്, ഭാര്യമാര്, കുടുംബാദികള്, ഇതിന്റെ പ്രവർത്തകര്, എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും നീ കാക്കണമേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമല്ലേ ശാരീരിക സുഖം എന്നത്. സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ് ശാരീരിക സുഖം. ആരും ചിന്തിക്കുന്നില്ല. ശരീരത്തിന് സുഖം നൽകുമ്പോൾ, ആഫിയത്ത് നൽകുമ്പോൾ അടിച്ചു പൊളിക്കുകയാ. എന്റെ ബോഡി കണ്ടില്ലേ, എന്റെ പവർ കണ്ടില്ലേ എന്നൊരു ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ജീവിതമാണ്, അഹങ്കാരത്തിന്റെ ജീവിതമാണ് നയിക്കുന്നത്, ഹെഡ് വെയ്റ്റിന്റെ ജീവിതമാണ് നയിക്കുന്നത്. പാടില്ല സഹോദര. സിഹത്ത് എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഉത്തമമായ, ഏറ്റവും അനുഗ്രഹമുള്ള അനുഗ്രഹം, മുഖ്യമായ അനുഗ്രഹമാണ്, ശ്രേഷ്ഠമായ അനുഗ്രഹമാണ്. ഹബീബായ തങ്ങൾ അടിവരയിട്ടുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നു. നിഅമതാനി അളീമതാൻ, രണ്ട് നിഅമത്തുകള്, രണ്ട് അനുഗ്രഹങ്ങള്. അത് ഉത്തമമായ അനുഗ്രഹമാണ്, അത് ശ്രേഷ്ഠമായ അനുഗ്രഹമാണ്. പക്ഷേ ജനങ്ങളിൽ ഭൂരിഭാഗം മനുഷ്യരും, ഭൂരിഭാഗം ജനങ്ങളും ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എല്ലാവരും അശ്രദ്ധരായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, പ്രവാചകരെ ആ രണ്ട് അനുഗ്രഹമേതാണ്? നബി തങ്ങൾ മറുപടി കൊടുത്തു, അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. ഒന്ന് ശാരീരിക സുഖമാണ്, ശാരീരിക സുഖമാണ്.
ശരീരത്തിന്റെ സുഖം എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ഈ ശാരീരിക സുഖം എന്തിനു വേണ്ടി നാം ഉപയോഗപ്പെടുത്തണം? അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി, നാളെ സ്വർഗം കരസ്ഥമാകുന്നതിന് വേണ്ടി, നാളെ നരകത്തിൽ നിന്നും മോചനം കരസ്ഥമാകുന്നതിന് വേണ്ടി, അടുത്ത സമയത്തിൽ മരണപ്പെടുമ്പോൾ സന്തോഷത്തോട് മരണപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ ഈ അനുഗ്രഹത്തെ നാം വിനിയോഗിക്കുക, ശാരീരിക സുഖത്തെ നാം വിനിയോഗിക്കുക. പള്ളിയിലേക്ക് പോവുക, പള്ളിയുമായി ബന്ധപ്പെടുക, ദീനീ പ്രവർത്തനവുമായി ബന്ധപ്പെടുക. അൽഹംദുലില്ലാഹ്, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിന്റെ നാടാണ്, വളരെ സന്തോഷത്തിന്റെ നാട്ടുകാരാണ്, സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്ന നാട്ടുകാർ. അൽഹംദുലില്ലാഹ്, ഒരു പള്ളി, ഒരു അമ്പലം, ഖിയാമത്ത് വരെ സൗഹാർദ്ദത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതം ഈ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ. സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രവർത്തകർ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നൽകിയ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചവരാണ്. ശാരീരിക സുഖം സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എങ്കിൽ, അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എങ്കിൽ ആ ശാരീരിക സുഖത്തെ നാം എന്തായി പ്രവർത്തിച്ചു? എന്തിലായി പ്രവർത്തിച്ചു? പള്ളി നിർമ്മാണത്തിലായി പ്രവർത്തിച്ചു. അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കലായി സഹോദരാ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യലായി സഹോദരാ. രണ്ടാമതായി അല്ലാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് സഹോദരി? പഠിച്ചുകൊള്ളുക, ഒഴിവ് സമയമാണ്. ഒഴിവ് സമയം, എത്രയോ സമയങ്ങളുണ്ട് നമുക്ക് ഒഴിവായി കിട്ടുന്നത്. ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്ന സമയം, അതൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മനുഷ്യ വിഭാഗത്തിന് അല്ലാഹു തആല നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് സഹോദര. 60 വയസ്സ് വരെ ജോലി നോക്കുന്നു, 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് വീടുമായി ബന്ധപ്പെടുന്നു. ശേഷമുള്ള സമയങ്ങൾ ഒഴിവ് സമയമാണ്. 11-12 ദുഹർ വരെ ജോലി ചെയ്യുന്നു സ്ത്രീകള്, ശേഷം ഒഴിവ് സമയമാണ്. സഹോദരന്മാർ 6 മണി വരെ അല്ലെങ്കിൽ 7 മണി വരെ ജോലി ചെയ്യുന്നു, 10 മണി വരെ ജോലി ചെയ്യുന്നു. അതിന്റെ ഇടയിൽ ഒരുപാട് സമയം ഒഴിവായി കിട്ടുന്നു. ഈ 10 മണിക്ക് ശേഷവും കുറച്ച് സമയം ഒഴിവായി കിട്ടുന്നു, ഉറക്കത്തിന്റെ സമയമല്ലാതെ ഒഴിവായി കിട്ടുന്നു. എങ്ങനെയെല്ലാം ഒഴിവിന്റെ സമയങ്ങൾ എനിക്കും നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ, ആ സമയം അനുഗ്രഹത്തിന്റെ സമയമാണ്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, മുഖ്യമായ അനുഗ്രഹമാണ് എന്ന് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇപ്രകാരമുള്ള സമയങ്ങളിൽ ഈ അനുഗ്രഹങ്ങളെ നാം വിനിയോഗിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്, എല്ലാവർക്കും മനപ്പാടമുള്ള വചനമാണ്. പ്രത്യേകിച്ച് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ദീനീ ചൈതന്യമുള്ള നാടാണ്, ദീനീ പ്രഭയുള്ള നാടാണ്, അറിവുള്ള വ്യക്തികളാണ്. സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ഇപ്രകാരമുള്ള അറിവുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് സഹോദരി സമയങ്ങൾ പാഴാക്കാതെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, സ്വർഗത്തിലെ വൃക്ഷങ്ങൾ അധികരിപ്പിക്കുവാൻ ശ്രമിക്കുക. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടുക സഹോദര. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ശാരീരിക സുഖം. പള്ളി മിനാരത്തിൽ നിന്നും ബാങ്കിന്റെ മന്ത്രധ്വനികൾ മുഴങ്ങുമ്പോൾ പള്ളിയുമായി ബന്ധപ്പെടാതെ പള്ളിയുടെ പരിസരത്തിലൂടെ യാത്ര ചെയ്തു പോവുകയാണ്, ഒരു നിമിഷം പള്ളിയിലേക്ക് നോക്കുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ പള്ളി എന്നത്. തൊട്ടടുത്ത് നമ്മുടെ ആൾക്കാർ കിടക്കുന്നു, മുസ്ലിം സമുദായം കിടക്കുകയാണ്. നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടവർ കിടക്കുകയാണ്, നമസ്കാരവുമായി ബന്ധപ്പെടൽ നിർബന്ധമേറിയ മനുഷ്യവിഭാഗം കിടക്കുകയാണ്. ഈ പള്ളിയിൽ നിന്നും ബാങ്കിന്റെ മന്ത്രധ്വനികൾ മുഴങ്ങി കേൾക്കുമ്പോൾ, അലയടിക്കുമ്പോൾ സഹോദര പള്ളിയിലേക്ക് പ്രവേശിക്കാതെ ദുനിയാവിന്റെ പിറകെ പോവുകയാണ് എങ്കിൽ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാത്ത മനുഷ്യനായി, അനുഗ്രഹത്തിന് നന്ദികേട് കാണിക്കുന്ന മനുഷ്യനായി മാറിപ്പോയി സഹോദര. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലിക്കൊണ്ട്, നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്ദിയുള്ള മനുഷ്യനായി മാറുക, അല്ലാഹുവിന് നന്ദിയുള്ള മനുഷ്യനായി മാറുക. ഹബീബായ തങ്ങൾ ഒരു ദിവസത്തിന്റെ പാതിരാവിന്റെ സമയം മുഴുവനും നിന്ന് നമസ്കരിക്കുകയാണ്. കാലിന് നീരു കെട്ടുന്ന അവസ്ഥയില് തങ്ങൾ നമസ്കരിക്കുകയാണ്. ആരാണ് സഹോദര നമസ്കരിക്കുന്നത്? ലോകത്തിന്റെ നായകനാണ് നമസ്കരിക്കുന്നത്. മുൻപും പിൻപുമാകുന്ന പാപങ്ങൾ പൊറുക്കപ്പെട്ടവരാണ് നമസ്കരിക്കുന്നത്. ശഫാഅത്തിന്റെ നായകനാണ് നമസ്കരിക്കുന്നത്. ഹൗലിന്റെ വാഹകനാണ് നമസ്കരിക്കുന്നത്. ഹംദിന്റെ വാഹകനാണ് നമസ്കരിക്കുന്നത്. ലോകത്തിന്റെ നായകനാണ് നമസ്കരിക്കുന്നത്. ഈ ലോകത്തെ തന്നെ പടയ്ക്കുവാൻ കാരണഭൂതരാണ് നമസ്കരിക്കുന്നത്. ഇപ്രകാരമുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ
പറയുമ്പോൾ സച്ചരിതരാകുന്ന സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പരിശുദ്ധമായ കാല് നീര് കെട്ടുന്ന അവസ്ഥയിൽ നമസ്കരിച്ചിരിക്കുകയാണ്. അങ്ങ് സ്വർഗത്തിന്റെ അവകാശിയല്ലേ, അങ്ങ് സ്വർഗത്തിന്റെ നായകനല്ലേ, അങ്ങ് ശഫാഅത്തിന്റെ നായകനല്ലേ? ഹബീബായ തങ്ങളോട് അനുചരന്മാർ ചോദിക്കുമ്പോൾ നബി തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, അതേ സ്വഹാബത്തേ, അല്ലാഹു തആല നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. സ്വർഗത്തിന്റെ അവകാശിയാക്കി തീർത്തു, സ്വർഗത്തിന്റെ നായകനാക്കി തീർത്തു, ഈ ലോകത്തെ തന്നെ പടയ്ക്കുവാൻ കാരണഭൂതരാക്കി തീർത്തു. ഇത് അനുഗ്രഹമാണ് എങ്കിൽ ഈ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു അടിമയായി തീരണ്ടയോ? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സച്ചരിതരാകുന്ന സ്വഹാബത്തിനോട് പറയുമ്പോൾ, സഹോദരാ, എത്രയോ അനുഗ്രഹങ്ങളാണ് എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. സാമ്പത്തികം നൽകി, സന്താനങ്ങളെ നൽകി, വീട് നൽകി, കച്ചവടം നൽകി, തുടങ്ങുന്ന ഓരോ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകുമ്പോൾ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പടച്ചിരിക്കുന്നത്. വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവിഭാഗത്തിനോടും ഭൂതവിഭാഗത്തിനോടുമുള്ള അല്ലാഹുവിന്റെ കൽപ്പനയാണ്. മനുഷ്യവിഭാഗത്തെ പടച്ചത്, ഭൂതവിഭാഗത്തെ പടച്ചത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്. നമസ്കാരവുമായി തങ്ങളുടെ പരിശുദ്ധമായ ചര്യയുമായി ബന്ധമില്ല, ദീനീ പ്രവർത്തനവുമായി ബന്ധമില്ല, അല്ലാഹുവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഭയഭക്തിയുള്ള ജീവിതം നയിക്കാതെ നന്ദികെട്ട ജീവിതം നയിക്കുന്ന മനുഷ്യവിഭാഗത്തിനോട് അല്ലാഹുവിന്റെ ചോദ്യമാണ്, സഹോദരി, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. പള്ളിയിലേക്ക് കടന്നു വരുവാൻ മുഅദ്ദിൻ ഉസ്താദ് കൽപ്പിക്കുമ്പോൾ, ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കാതെ നന്ദികെട്ട ജീവിതം നയിക്കുന്ന മനുഷ്യരോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ ചോദ്യമാണ്. ചില സഹോദരന്മാർ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ, ചില സഹോദരിമാർ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ ടിവിയുടെ മുമ്പിലായിരിക്കും, സീരിയലിന്റെ മുമ്പിലായിരിക്കും. ചില സഹോദരിമാർ അപവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു, ഏഷണി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു, പരദൂഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഈ നന്ദികെട്ട മനുഷ്യവിഭാഗത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഏ നന്ദികെട്ട മനുഷ്യ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. തീർച്ചയായും ഞാൻ നിങ്ങളെ പടച്ചിരിക്കുന്നത് വെറുതെ അങ്ങ് പടച്ചിരിക്കുകയാണോ എന്ന് നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്വഭാവ ശൈലി കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചിന്താഗതി വെറുതെ പടച്ചിരിക്കുകയാണ് എന്നുള്ള ചിന്താഗതിയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. മനുഷ്യന്മാരോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, ചോദിക്കുകയാണ്. ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാരോട് അല്ലാഹു തആല ചോദിക്കുകയാണ്. ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാരോട് അല്ലാഹു തആല ചോദിക്കുകയാണ്. ഇത് കേവലം ഷഫീഖ് റഹ്മാനിയുടെ വചനമല്ല, ഇത് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനമാണ്. നന്ദികെട്ട മനുഷ്യ, ഞാൻ നിങ്ങളെ പടച്ചിരിക്കുന്നത് വെറുതെ പടച്ചിരിക്കുകയാണോ? ചിന്തിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. തീർച്ചയായും നിങ്ങളെ മുഴുവനും എന്നിലേക്ക് മടക്കപ്പെടും, എന്നിലേക്ക് മടക്കപ്പെടും. അങ്ങനെയുള്ള ഒരു ദിവസം നിങ്ങളിലേക്ക് സംജാതമാകാൻ പോകുന്നു. ആ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലില്ലയോ? ഖിയാമത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്, മഹ്ശർ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്, വിചാരണ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്, സ്വർഗം നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്, നരകം നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്, ഖബറിന്റെ ജീവിതം നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. ഈ ഒരു ചിന്താഗതിയില്ലാതെ നിങ്ങൾ ജീവിക്കുകയാണോ? മനുഷ്യവിഭാഗമേ, ചില മനുഷ്യരുടെ ജീവിത ശൈലി കണ്ടുകഴിഞ്ഞാൽ അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്താഗതിയില്ല.
വേണ്ട രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യനാണ് എങ്കിൽ, ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യനാണ് എങ്കിൽ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യനാണ് എങ്കിൽ, സഹോദരാ സഹോദരി, അഹങ്കരിക്കൂല, ഭയഭക്തിയുള്ള ജീവിതം നയിക്കാൻ സാധിക്കും. ജീവിതം നയിക്കുന്നതിന് വേണ്ടി കഠിന പരിശ്രമം ആ സഹോദരി അല്ലെങ്കിൽ ആ സഹോദരൻ നടത്തുന്നതാണ്. ഭയഭക്തിയില്ലാത്തതിന്റെ കാരണമെന്തേ? പേടിയില്ലാത്തതിന്റെ കാരണമെന്തേ? നന്ദികെട്ട ജീവിതം നയിക്കുന്നതിന്റെ പേരിലാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തതിന്റെ പേരിലാണ്. ഈ അനുഗ്രഹങ്ങൾ നൽകിയവൻ അല്ലാഹുവാണ് എന്നുള്ള ചിന്താഗതി മനസ്സിലില്ലാത്തതിന്റെ പേരിലാണ് സഹോദരാ സഹോദരി. അതുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരുക. മനുഷ്യന്മാർക്കിടയിൽ നന്ദി കാണിക്കും. നമുക്കൊരു1000 രൂപ ഒരാൾ തന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് എത്രത്തോളം നന്ദിയാണ്, ആ മനുഷ്യനോട് എത്രത്തോളം സന്തോഷത്തോടുകൂടി പെരുമാറുന്നു. ആ മനുഷ്യൻ എന്തു പറഞ്ഞാലും 1,00,000 രൂപ ഒരു വ്യക്തി നമുക്ക് സഹായം നൽകി കഴിഞ്ഞാൽ ആ വ്യക്തിയെ നാം സ്നേഹിക്കുന്നു, ആ വ്യക്തിയെ നാം ആദരിക്കുന്നു. ആ വ്യക്തി എന്തു പറഞ്ഞാലും കേൾക്കുകയാണ്. ഇത് ദുനിയാവിന്റെ ജീവിതത്തിന്റെ അവസ്ഥയാണ് എങ്കിൽ, കേവലം മനുഷ്യന്മാർ തമ്മിൽ ഇപ്രകാരം സന്തോഷത്തിന്റെയും നന്ദി പ്രകടിപ്പിക്കലിന്റെയും ജീവിതം നയിക്കുന്നുവെങ്കിൽ, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു എത്രയെത്രയോ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്കും നൽകുന്നത്. എത്രയെത്രയോ സാമ്പത്തികമാണ്, ലക്ഷക്കണക്കിന് രൂപയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. സാമ്പത്തികത്തെ മേടിച്ചുകൊണ്ട്, ആ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, അനുഗ്രഹങ്ങൾ നൽകുന്നവനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ആ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടോ? സഹോദരാ, അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതം നയിക്കുക. ഇല്ല എങ്കിൽ അനുഗ്രഹങ്ങളെ വിസ്മരിക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രതികരണ ശൈലി എപ്രകാരമാണ്? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു, നന്ദികെട്ട ജീവിതം നയിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒന്നുമില്ല, അല്ലാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒന്നും നയിക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ നന്ദികെട്ട ജീവിതം അങ്ങോട്ട് നയിക്കുന്ന മനുഷ്യനാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രതികരണ ശൈലി എപ്രകാരമാണ് സഹോദരാ? അല്ലാഹുവിന്റെ പ്രതികരണ ശൈലി വല്ലാത്ത പ്രതികരണമായിരിക്കും. കാരണം അല്ലാഹു തആല ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ അങ്ങ് ക്ഷമിക്കുകയാണ്. ക്ഷമിക്കുക എന്ന് വെച്ചാൽ എന്താ? അല്ലാഹു തആല സമയം നൽകിയിട്ടുണ്ട്. ഇന്ന മനുഷ്യർ ഇന്ന സമയം വരെ. വിശുദ്ധ ഖുർആൻ വലൗ യുആഖിദുല്ലാഹു നാസ ബിദുൽമിഹിം മാ തറക അലാ വഹരിഹാ മിൻ ദാബത്തിൻ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ. മനുഷ്യവിഭാഗം കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടി ശിക്ഷിക്കണമായിരുന്നുവെങ്കിൽ, മനുഷ്യവിഭാഗം കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങള്, അനാചാരങ്ങള്, നന്ദികെട്ട ജീവിതങ്ങള്, ഇതിലേക്ക് നോക്കിക്കൊണ്ട് മനുഷ്യവിഭാഗത്തെ പിടികൂടി ശിക്ഷിക്കണമായിരുന്നുവെങ്കിൽ ആ തറക അലാ വഹരിഹാ മിൻ ദാബത്തിൻ, ഭൂലോകത്തിൽ ഒരു മൃഗത്തെപ്പോലും അല്ലാഹു തആല അവശേഷിപ്പിക്കൂല. എല്ലാ സൃഷ്ടികളെയും സൃഷ്ടി വൈഭവങ്ങളെയും അല്ലാഹു തആല പിടികൂടി ശിക്ഷിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്തില്ല. എന്ത് തെറ്റ് ചെയ്താലും, എന്ത് നന്ദികെട്ട ജീവിതം നയിച്ചാലും അല്ലാഹു തആല അങ്ങ് വിടുകയാണ്. ഇതിനു വേണ്ടിയാ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ, നിശ്ചിത സമയം അവർക്ക് വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. ആ സമയം വരെ ചെയ്തോട്ടെ. ഏത് സമയം വരെ ചെയ്യാൻ സാധിക്കും അതുവരെ ചെയ്തോട്ടെ. അല്ലാഹുവിന്റെ തീരുമാനം അഥവാ മരണം ആ സമയം നിശ്ചയിച്ചിരിക്കുകയാണ്. അതുവരെ ചെയ്തോട്ടെ. അതിനുവേണ്ടി അല്ലാഹു തആല കാത്തു നിൽക്കുകയാണ്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദിയുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു നമ്മളോട് സ്നേഹം കാണിക്കുകയാണ്. അല്ലാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുകയാണ്. നന്ദിയുള്ള ജീവിതം നയിക്കുക. നന്ദികെട്ട ജീവിതം നയിക്കുന്ന മനുഷ്യവിഭാഗത്തിനെ അല്ലാഹു തആല വിളിക്കുന്നത് ഇങ്ങനെ തന്നെ, നന്ദികെട്ട മനുഷ്യ എന്ന. യാ അബ്ദി എന്നല്ല, യാ അബ്ദി എന്നല്ല. പിന്നെയോ
അല്ലയോ നന്ദികെട്ട മനുഷ്യ, നന്ദികെട്ട മനുഷ്യ, നീ ദുനിയാവിൽ ജീവിച്ചപ്പോൾ എന്റെ അനുഗ്രഹങ്ങളൊക്കെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചു നന്ദികെട്ട ജീവിതം നയിച്ചു. അതുകൊണ്ട് നന്ദികെട്ട മനുഷ്യ എവിടെ മുതൽ വിളിക്കും? തന്റെ മരണത്തിന്റെ സന്ദർഭം മുതൽ അദാബിന്റെ മലക്കുകള്, ശിക്ഷയുടെ മലക്കുകള് മലക്കുൽ മൗത്തിനോട് കടന്നു വരുന്നു. ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കുവാൻ വേണ്ടി കടന്നു വരുന്നു. ആ സമയം മുതൽ അവൻ പറയും, പടച്ചവനെ ഒന്ന് പിന്തിരിപ്പിക്കണേ അല്ലാ. അപ്പോൾ അല്ലാഹുവിന്റെ പ്രതികരണ ശൈലി എന്താ? നന്ദികെട്ട ജീവിതം നയിച്ച മനുഷ്യരായതിന്റെ പേരിൽ അല്ലാഹു തആല പ്രതികരിക്കുകയാണ്, നന്ദികെട്ട മനുഷ്യ, നിനക്ക് 60 വയസ്സ് വരെ ഞാൻ സമയം നൽകിയില്ലേ? നിനക്ക് 40 വയസ്സ് വരെ ഞാൻ സമയം നൽകിയില്ലേ? നിനക്ക് 30 വയസ്സ് വരെ ഞാൻ സമയം നൽകിയില്ലേ? എന്തുകൊണ്ട് നീ നന്ദിയുള്ള മനുഷ്യനായി തീരുന്നില്ല? എന്തുകൊണ്ട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നീ നയിച്ചില്ല? അതുകൊണ്ട് നന്ദികെട്ട മനുഷ്യ, നിന്റെ വാസസ്ഥലം ഭീകരമായ നരകമാണ് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുമെങ്കിൽ, അള്ളാഹുവിന്റെ മലക്കുകളുടെ കൽപ്പനയുണ്ടാകുമെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദര, അള്ളാഹുവിന്റെ പ്രതികരണ ശൈലി ദേഷ്യത്തോടുകൂടിയുള്ള പ്രതികരണമായിരിക്കും. നന്ദികെട്ട മനുഷ്യ എന്നായിരിക്കും അള്ളാഹുവിന്റെ പ്രതികരണം. വിളി കാക്കുമാറാകട്ടെ. നന്ദികെട്ട മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രൂരമായി പിടികൂടുകയാണ്. മലക്കുകൾ യാതൊരു ദാക്ഷിണ്യവും കാണിക്കുന്നില്ല ആ മനുഷ്യനെ പിടിക്കാൻ. റൂഹിനെ പിടിക്കുവാൻ യാതൊരു ദാക്ഷിണ്യവും കാണിക്കുന്നില്ല. പിടിച്ചു വലിക്കുകയാണ്. തന്റെ റൂഹ്, ശരീരത്തിൽ അകപ്പെട്ടിരിക്കുന്ന റൂഹിനെ പിടിച്ചു വലിക്കുന്നു. മരണവേദന വല്ലാതെ സഹിക്കുകയാണ്. റൂഹ് തന്റെ ശരീരത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്നു. സമയം അധികരിച്ചതിന്റെ പേരിൽ ചുരുക്കി പറയുകയാണ്, നന്ദികെട്ട മനുഷ്യൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വിസ്മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രതികരണ ശൈലി പറയുകയാണ്. ഈ മനുഷ്യനെ ദേഷ്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കുകയാണ്. പ്രതികരണ ശൈലിയോടുകൂടി ഇടപെടുകയാണ്. ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ദേഷ്യത്തോടുകൂടി മലക്കുകൾ റൂഹിനെ പിടിച്ചു വലിച്ചെടുക്കുകയാണ്. ഈ മനുഷ്യൻ മരിച്ചു പോകുന്നു. അവിടെ മുതൽ അല്ലാഹുവിന്റെ ദേഷ്യം തുടങ്ങുകയാണ്. അവിടെ മുതൽ അല്ലാഹുവിന്റെ ദേഷ്യം തുടങ്ങുകയാണ്. ശിക്ഷ തുടങ്ങുകയാണ്. നന്ദികെട്ട ജീവിതം നയിച്ചതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ദേഷ്യവും ശിക്ഷയും കോപവും നൽകുകയാണ്. അദാബിന്റെ മലക്കുകൾ ഈ മനുഷ്യരിലേക്ക് കടന്നു വന്നുകൊണ്ട് സന്തോഷത്തിന്റെ വാർത്ത നൽകുന്നതിനു പകരം സന്താപത്തിന്റെ വാർത്തകൾ നൽകുകയാണ്. പേടിപ്പിക്കുന്ന വാർത്തകൾ നൽകുകയാണ്. ഈ മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ കടന്നു വരുന്നു. നമസ്കാരമില്ലാത്ത മനുഷ്യനാണ്. നന്ദികെട്ട ജീവിതം നയിച്ച മനുഷ്യനാണ്. നോമ്പ് പിടിക്കുന്നില്ല. വിശുദ്ധമായ റമദാൻ മാസം കടന്നു വന്നു. പരിശുദ്ധമായ റമദാനിന്റെ മാസത്തെ ആദരിക്കാതെ, ബഹുമാനിക്കാതെ, ഖുർആനുമായി ബന്ധപ്പെടാതെ, നോമ്പ് പിടിക്കാതെ, പകൽ സമയത്തിൽ ഭക്ഷണവും കഴിച്ച് സിഗരറ്റും വലിച്ച് കള്ളും കുടിച്ചുകൊണ്ട് നന്ദികെട്ട ജീവിതം നയിക്കുന്ന മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുന്ന സന്ദർഭം എപ്രകാരമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം മലക്കുകളെ പറഞ്ഞയക്കുന്നു. ഭീകരമായ നരകത്തിന്റെ ശിക്ഷകൾ കാണിച്ചു കൊടുക്കുകയാണ്. നരകത്തിന്റെ ശിക്ഷ അനുഭവപ്പെടുന്ന അവസ്ഥകൾ കാണിച്ചു കൊടുക്കുകയാണ്. നരകത്തിന്റെ കവാടങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. നരകത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ കാണിച്ചു കൊടുക്കുകയാണ്. നരകത്തിലെ ഓരോ ഭീകരമായ ഭയാനകരമായ വസ്തുക്കളെയും കാണിച്ചു കൊടുത്തുകൊണ്ട് പേടിപ്പിക്കുകയാണ്. വിമോചകൻ മുഹമ്മദ് മുസ്തഫ. ആ സമയം മുതൽ അല്ലാഹുവിന്റെ കോപം തുടങ്ങി നന്ദികെട്ട മനുഷ്യനോട്. ഇതങ്ങോട്ട് കാണുമ്പോൾ പേടിച്ചു വിറച്ചു പോകും സഹോദരന്മാരെ, സഹോദരിമാരെ. ചിലർ കിടന്ന് വിളിക്കുന്നു, ചിലർ കയ്യും കാലും വിട്ടടിക്കുന്നു. ഒന്ന് വേദന അല്ലാഹു തആല സന്ദർഭത്തിൽ ആ സക്കറാത്തുൽ ഹാലിനെ ലഘൂകരിച്ചു തരുമാറാകട്ടെ. മരണവേദന അല്ലാഹു സുബ്ഹാനഹു വ തആല ലഘൂകരിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ആ സമയം മുതൽ അല്ലാഹുവിന്റെ പിടുത്തമുണ്ടാവുകയാണ്. അല്ലാഹുവിന്റെ കോപം, അല്ലാഹുവിന്റെ ദേഷ്യം ഇറങ്ങുകയാണ്. നരകത്തിന്റെ ഭീകരമായ അവസ്ഥകൾ ഈ മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നു. ഈ മനുഷ്യൻ പേടിച്ചു പോവുകയാണ്. അതോടുകൂടി ഈ മനുഷ്യന്റെ പൂർണ്ണമായ റൂഹിനെ അല്ലാഹു തആല പിടിച്ചെടുക്കുന്നു. ഈ മനുഷ്യൻ മരണപ്പെട്ടു. ഈ മനുഷ്യന്റെ റൂഹിനെ അല്ലാഹുവിന്റെ മലക്കുകള്, അദാബിന്റെ മലക്കുകളെ വഹിച്ചുകൊണ്ട് സിജ്ജീനിലേക്ക് പ്രവേശിക്കുകയാണ്. സിജ്ജീനിലേക്ക് അല്ലാഹു കാക്കുമാറാകട്ടെ. സിജ്ജീനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭീകരമായ അവസ്ഥയാണ്. ഈ മനുഷ്യന്റെ വാസസ്ഥലം ഭീകരമായ നരകം തന്നെയാണ്. ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുന്നത് സഖർ എന്ന നരകത്തിലേക്കായിരിക്കും, ജഹീം എന്ന നരകത്തിലേക്കായിരിക്കും, അതേപോലെ ജഹന്നം എന്ന നരകത്തിലേക്കായിരിക്കും, ഭീകരമായ നരകത്തിലേക്കായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നന്ദികെട്ട മനുഷ്യനെ പ്രവേശിപ്പിക്കുന്നത്. ഇവന്റെ വാസസ്ഥലം ഭീകരമായ നരകം തന്നെയാണ്. വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നന്ദികെട്ട മനുഷ്യ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്രകാരമാണ് ശിക്ഷകൾ നൽകുന്നത്? വിശുദ്ധമായ ഖുർആൻ എപ്രകാരമാണ് ശിക്ഷകൾ നൽകുന്നത്? അതുവരെ മരണത്തിന് മുമ്പ് വരെ അടിച്ചുപൊളിച്ചുള്ള ജീവിതം നയിച്ചതിന്റെ പേരിൽ മരണത്തിന് ശേഷം വിഷമത്തിന്റെ ജീവിതം കൊടുക്കാൻ പോകുക.
നന്ദികെട്ട ജീവിതം നയിച്ചതിന്റെ പേരിൽ വിഷമത്തിന്റെ ജീവിതം കൊടുക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ശിക്ഷയുടെ പ്രാരംഭം? നരകത്തിലേക്കുള്ള പ്രവേശന ശൈലി എപ്രകാരമാണ്? ശുദ്ധ ഖുർആൻ വലൗ തറാ ഇദ് വഖിഫൂ അലന്നാർ ഫഖാലൂ യാ ലൈതനാ نرد ولا نكذب بآيات ربنا ونكون من المؤمنين بل بدا لهم ما كانوا يخفون من قبل ولو ردوا لعادوا لما نهوا عنه وإنهم لكاذبون. നന്ദികെട്ട മനുഷ്യന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന ശിക്ഷയപ്രകാരമാണ്, അല്ലാഹുവിന്റെ പ്രതികരണ ശൈലിയപ്രകാരമാണ്. നമസ്കാരമില്ലാത്ത മനുഷ്യ, ഭയഭക്തിയില്ലാത്ത മനുഷ്യ, ഖുർആനുമായി ബന്ധപ്പെടാത്ത മനുഷ്യ, ശപിക്കപ്പെട്ട പിശാചിന്റെ കുതന്ത്രത്തിന്, ശപിക്കപ്പെട്ട പിശാചിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യ, നന്ദികെട്ട മനുഷ്യനോട് അല്ലാഹു തആല പ്രതികരിക്കുന്ന ശൈലി ഇപ്രകാരമാണ്. വലൗ തറാ ഇദ് വഖിഫൂ. നന്ദികെട്ട മനുഷ്യന്മാര് ഭയഭക്തിയുള്ള ജീവിതം നയിക്കാതെ നന്ദികെട്ട ജീവിതം നയിച്ച മനുഷ്യന്മാര് നിർത്തപ്പെടുന്നതാണ് അലന്നാർ, ഭീകരമായ നരകത്തിന്റെ അരികിലേക്ക് നിർത്തപ്പെടുന്നതാണ്. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി നരകത്തിന്റെ കവാടത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ്. എപ്രകാരമാണ് സഹോദരി ഈ നരകത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നത്? ഹബീബായ തങ്ങൾ ഈ പരിശുദ്ധമായ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചു തരികയാണ്. നന്ദികെട്ട മനുഷ്യന്റെ വലത് കൈയിനെ പിടിക്കുകയാണ്, തന്റെ നെഞ്ചിന്റെ ഭാഗത്തെ കടിപ്പിക്കുകയും തന്റെ നെഞ്ചിനെയും വലതു കൈയിനെയും കൂടി ബന്ധിപ്പിക്കുകയാണ്. ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിക്കുകയാണ്. ഇടതു കൈയിനെ പിടിക്കുന്നു, തന്റെ പിറകുഭാഗത്തെ കടിപ്പിക്കുകയാണ്. തന്റെ പിറകുഭാഗവും തന്റെ ഇടതു കൈയും കൂടി ബന്ധിപ്പിക്കുകയാണ്. കാലിനെ രണ്ടും കൂടി ഒരുമിപ്പിച്ച് ബന്ധിക്കുന്നു. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുകയാണ്. ശരീരത്തിന്റെ അവയവങ്ങളെ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പൂർണ്ണമായി ബന്ധിപ്പിക്കുകയാണ്. ഇതേ അവസ്ഥയിൽ നരകത്തിന്റെ കവാടത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. വേദനയായിരിക്കും സഹോദരൻ, അല്ലാഹു കാക്കുമാറാകട്ടെ. നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോൾ, കവാടത്തിന്റെ അരികിൽ കൊണ്ടുവരപ്പെടുമ്പോൾ തന്നെ ശരീരത്തിന്റെ അവയവങ്ങളെ ചലിപ്പിക്കാൻ സാധിക്കില്ല എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇപ്പൊ 70 മുഴം നീളമുള്ള ചങ്ങലകളുമായി ബന്ധിപ്പിക്കുമെന്ന വിശുദ്ധ ഖുർആൻ. ഞാൻ പറഞ്ഞില്ല, മരണത്തിന്റെ സമയം മുതൽ ദേഷ്യമാണ്, കോപത്തിന്റെ നോട്ടമായിരിക്കും, ദേഷ്യത്തിന്റെ സംസാരമായിരിക്കും സംസാരിക്കുന്നത്. യാതൊരു ദാക്ഷിണ്യവും കാണിക്കണ്ട. നമ്മുടെ മക്കള് നമുക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വിഷയങ്ങൾ കേൾക്കുന്നില്ല, നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു. ആ മക്കളോട് നമുക്ക് വല്ലാത്ത ദേഷ്യമായിരിക്കും ഉണ്ടാവുക. ഒരു തവണ പറയുമ്പോൾ അനുസരിച്ചില്ല, ക്ഷമിക്കുന്നു. 2 തവണയാകുന്നു, ക്ഷമിക്കുന്നു. പല ആവർത്തിയാകുമ്പോൾ നമ്മൾ ക്ഷമിക്കുന്നില്ല. ആ മക്കളെ നമ്മൾ വഴക്ക് പറയുന്നു, അടിക്കാൻ സാധിക്കുമെങ്കിൽ അടിക്കുന്നു. ആ മക്കളെ നമ്മൾ അകറ്റി നിർത്തുന്നു. ഈ അവസ്ഥയിൽ നമ്മുടെ മക്കളോട് കാണിക്കുമെങ്കിൽ പറഞ്ഞിട്ട് കേൾക്കാതെ അനുസരണഘട്ട ജീവിതം മക്കൾ നയിക്കുമ്പോൾ മക്കളോട് മാതാപിതാക്കളുടെ ശൈലി പ്രകാരമാണ് എങ്കിൽ, പ്രതികരണ ശൈലി പ്രകാരമാണ് എങ്കിൽ, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രതികരണ ശൈലി പ്രകാരമാണ്. അള്ളാഹു തആല കൽപ്പിക്കുന്നു, അടിമകളെ ഇങ്ങോട്ട് വരിക, അടിമകളെ എന്റെ ഭാഗത്തേക്ക് കടന്നു വരിക. ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക. ദുനിയാവിന്റെ പിറകെ പോകാതെ, ശപിക്കപ്പെട്ട പിശാചിലേക്ക് പ്രവേശിക്കാതെ, അക്രമത്തിന്റെ ഭാഷയിലേക്ക് പ്രവേശിക്കാതെ, നിങ്ങൾ നന്ദിയുള്ള ജീവിതത്തിലേക്ക് കടന്നു വരിക, എന്റെ പാതയിലേക്ക് കടന്നു വരിക എന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോൾ ഈ കൽപ്പനയെ സ്വീകരിക്കാതെ അങ്ങോട്ട് പോവുകയാണ്, നന്ദികെട്ട ജീവിതത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രതികരണ ശൈലി മാതാപിതാക്കളെ തന്റെ മക്കളോട് കാണിക്കുന്നത് പോലെയല്ല. പിന്നെങ്ങനെയാണ് മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുക? ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സ്വല്ലൂഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റുമായി കടന്നു വരുന്നുണ്ട്.
അതുകൊണ്ട് സഹോദരിമാർ വളരെ ശ്രദ്ധാപൂർവം ആ ബക്കറ്റിനെ ശ്രദ്ധിക്കണം. വെച്ചാല് ആത്മാർത്ഥതയോടുകൂടി സഹകരിക്കണം. നിങ്ങളെല്ലാവരും പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും ആത്മാർത്ഥമായി സഹകരിച്ചവരാണ്, സഹായിച്ചവരാണ് എന്നറിയാൻ സാധിച്ചു. അല്ലാഹു എല്ലാ സഹായങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് അവസാനത്തെ ദിവസമാണ് നമ്മുടെ ഈ പ്രഭാഷണത്തിന്റെ അല്ലെങ്കിൽ ഈ ദീനി സദസ്സിന്റെ ഈ പ്രവർത്തനത്തിന്റെ അവസാനത്തെ ദിവസമാണ്. ഈ ദിവസത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കും. ഈ ദിവസത്തിൽ നിർവഹിക്കുന്ന സൽക്കർമ്മത്തിലേക്ക്, ഈ ദിവസത്തിൽ നിർവഹിക്കുന്ന സ്വദഖയിലേക്കൊക്കെ അല്ലാഹു തആല പ്രത്യേകം നോക്കുന്നതാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കും. ആത്മാർത്ഥതയോടുകൂടി, വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടി നാം ഈ സദസ്സിനെ എന്ത് ചെയ്യുക, ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ ആത്മാർത്ഥതയോടുകൂടി സഹായിച്ചുകൊണ്ട് സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സഹകരണങ്ങളെയും സഹായങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. കയ്യിലുള്ളത് എന്തോ അങ്ങോട്ട് കൊടുക്കുക. സ്വർണം, മോതിരമാണ്, ചെറിയ കമ്മലാണ്, എങ്കിലും കുഴപ്പമില്ല, ഇട്ടുകൊടുക്ക്. അതൊക്കെ പ്രതിഫലം അല്ലാഹു തആല ഇപ്പോഴല്ല നൽകുന്നത്, ദുനിയാവിൽ വെച്ച് നീളമുള്ള ചങ്ങലകൾ കൊണ്ട് വീണ്ടും ബന്ധിപ്പിക്കുവാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. അടങ്ങിയിട്ടില്ല. ആദ്യം ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചതിന് ശേഷം ജഹീമിലേക്ക് വലിച്ചെറിയുക. മലക്കുകൾ ചെയ്തു, ജഹീമിലേക്ക് എറിഞ്ഞു. വീണ്ടും ദേഷ്യം ഈ മനുഷ്യനോട്, നന്ദികെട്ട മനുഷ്യനായതിന്റെ പേര് അല്ലാഹു കൽപ്പിക്കുന്നു 70 മുഴം നീളമുള്ള ആ ചങ്ങലയുടെ നീളം പോലും അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ച ദേഷ്യത്തിന്റെ ആധിക്യം, ആ ദേഷ്യത്തിന്റെ കടുപ്പം എന്നാലോചിച്ച് നോക്കിയേ. 70 മുഴം നീളമുള്ള ചങ്ങലകൾ കൊണ്ട് ശരീരം മുഴുവനും വീണ്ടും ബന്ധിപ്പിക്കുക, എന്നിട്ട് ജഹീമിലേക്ക്, ഹമീമിലേക്ക് വലിച്ചെറിഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടാകുമ്പോൾ ചില പ്രത്യേക മലക്കുകള് ഈ 70 മുഴം നീളമുള്ള ചങ്ങലകളുമായി കടന്നു വന്നുകൊണ്ട് ആദ്യം ബന്ധിപ്പിക്കപ്പെട്ട ചങ്ങലയുടെ പുറത്ത് വീണ്ടും ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ 2 അവസ്ഥയിൽ കൊണ്ട് ബന്ധിപ്പിച്ചു. ദേഷ്യത്തിന്റെ കടുപ്പമൊന്ന് ആലോചിച്ചു നോക്കുക. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. 2 ചങ്ങലകൾ കൊണ്ട് ശരീരം മുഴുവനും ബന്ധിപ്പിക്കുന്നു. അല്ലാഹു കൽപ്പിക്കുകയാണ് കടുപ്പമേറിയ ചൂടുള്ള ഹമീമിലേക്ക് വലിച്ചെറിഞ്ഞുകൊള്ളുക. വെള്ളം, അല്ലാഹു കാക്കുമാറാകുമാർ. മനുഷ്യനോട് അല്ലാഹുവിന്റെ പ്രതികരണ ശൈലിയാണ്. നന്ദികെട്ട മനുഷ്യനോട് അല്ലാഹുവിന്റെ പ്രതികരണ ശൈലിയാണ്. ഒരു യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. ഈ നരകത്തിന്റെ കവാടം നന്ദികെട്ട മനുഷ്യന്മാർ കണ്ടുമുട്ടുമ്പോൾ അവർ വിളിച്ചു പറയുന്നു, യാ ലൈതനാ, നമ്മുടെ നാശമേ, നമ്മുടെ നാശമേ. നന്ദികെട്ട മനുഷ്യന്മാരുടെ എപ്പോഴുമുള്ള വിളിയാളമാണ്, എപ്പോൾ സംസാരിച്ചാലുമുള്ള സംസാര ശൈലിയാണ് നമ്മുടെ നാശമേ. നുറദ്ദു വലാ നുകദ്ദിബു, പടച്ചവനെ ഞങ്ങളെ ദുനിയാവിലേക്കൊന്നു മടക്കി വിടുമോ അല്ലാ. ഭീകരമായ നരകത്തിന്റെ ശിക്ഷകൾ ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല അല്ലാ, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല അല്ലാ. അതുകൊണ്ട് ദുനിയാവിലേക്കൊന്നു മടക്കി വിടുമോ അല്ലാ. വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ, തീർച്ചയായും നമ്മുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിക്കൊണ്ടുള്ള ജീവിതം ഞങ്ങൾ നയിക്കുകയില്ല അല്ലാ. നന്ദികെട്ട ജീവിതം ഞങ്ങൾ നയിക്കുകയില്ല അല്ലാ. 100 കണക്കിന്, 1000 കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകിയപ്പോൾ ആ സന്ദർഭത്തിൽ നന്ദികെട്ട ജീവിതം നയിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് ഇനി നടക്കുകയില്ല അല്ലാ, നന്ദികെട്ട ജീവിതം നയിക്കുകയില്ല അല്ലാ. ഞങ്ങൾ നന്ദിയുള്ള മനുഷ്യന്മാരായി തീർന്നുകൊള്ളാം അല്ലാ. വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങൾ പെട്ടുകൊള്ളാം അല്ലാ. പടച്ച തമ്പുരാനെ, പള്ളി മിനാരത്തിൽ നിന്നും ബാങ്കിന്റെ മന്ത്രധ്വനികൾ മുഴങ്ങി കേൾക്കുമ്പോൾ നുജിബ് ദഅവതക വനത്തബിഇർ റസൂൽ, ഇത് നന്ദികെട്ട മനുഷ്യന്മാരുടെ വാക്കുകളാണ്. നരകത്തിന്റെ ഭീകരമായ കവാടങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹുവിനോട് കൊടുക്കുന്ന വാക്കാണ് സഹോദരാ, സഹോദരി. നുജിബ് ദഅവതക, നിന്റെ വചനങ്ങളെ, നിന്റെ ക്ഷണങ്ങൾക്ക് ഉത്തരം കൊണ്ടുള്ള ജീവിതം ഞങ്ങൾ നയിച്ചുകൊള്ളാം അല്ലാ.
പറഞ്ഞത് നുജീബ് ദഅവതക എന്ന് പറഞ്ഞത് സൂറത്ത് ഇബ്രാഹിം അവസാന പേജിലുള്ള ആയത്താണ്. നുജീബ് ദഅവതക, ഒരു ദിവസത്തിൽ 5 പ്രാവശ്യമാണ് അല്ലാഹ് ഞങ്ങളെ നിന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചത്. ആ ദിവസത്തിൽ ഒന്നും ഞങ്ങൾ പ്രവേശിച്ചിട്ടില്ല. ആദ്യം വിളിച്ചു പ്രവേശിച്ചില്ല, രണ്ടാമതും വിളിച്ചു പ്രവേശിച്ചില്ല, 5 പ്രാവശ്യം വിളിച്ചു പ്രവേശിച്ചില്ല. ഇനി സമ്മതിക്കുകയില്ല അല്ലാഹ്. ഇനി ഞങ്ങൾ നന്ദിയുള്ള മനുഷ്യന്മാരായിക്കൊണ്ട് 5 വഖ്ത് നമസ്കാരവും പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നന്ദിയുള്ള മനുഷ്യന്മാരായി ജീവിച്ചുകൊള്ളാം അല്ലാഹ്. മാത്രമല്ല വനത്തബിഇർ റുസുൽ, പ്രവാചകന്മാരുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ടുള്ള ജീവിതം നയിച്ചുകൊള്ളാം. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ചര്യയെ പിൻപറ്റിക്കൊണ്ടുള്ള ജീവിതം ഞങ്ങൾ നയിച്ചുകൊള്ളാം അല്ലാഹ്. ഒന്ന് പ്രവേശിപ്പിക്കുമോ അല്ലാഹ്? ദുനിയാവിന്റെ ജീവിതം ഞങ്ങൾ വല്ലാതെ കൊതിക്കുന്നു അല്ലാഹ്. ഭയഭക്തിയുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലാഹ്. ഒന്ന് പ്രവേശിപ്പിക്കുമോ അല്ലാഹ്? അല്ലാഹുവിനോട് നന്ദി കെട്ട മനുഷ്യന്മാർ വിളിച്ചു പറയുമ്പോൾ അല്ലാഹു തആല മറുപടി കൊടുക്കുകയാണ്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറു വജാഅകുമുൻ നദീർ. നന്ദി കെട്ട മനുഷ്യ വിഭാഗമേ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകി. ആ അനുഗ്രഹങ്ങൾ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെടാതെ നമസ്കാരവുമായി ബന്ധപ്പെടാതെ നന്ദികെട്ട ജീവിതം നയിച്ച നന്ദികെട്ട മനുഷ്യന്മാരെ, അവലം നുഅമ്മിറുകും, നൽകിയില്ലേ? മായതദക്കറു, ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സമയം നൽകി, ചിന്തിക്കുവാനുള്ള ചിന്താശക്തി നൽകി, നിങ്ങൾക്ക് ബുദ്ധിശക്തി നൽകി, നിങ്ങൾക്ക് വിവേകം നൽകി. ഇന്നത് സൽക്കർമ്മമാണ്, ഇന്നത് ദുഷ്കർമ്മമാണ് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി മനസ്സിന് ബോധം നൽകി, ചിന്താശക്തിയും അതേപോലെ ബുദ്ധിശക്തിയും നൽകി. 60 വയസ്സുവരെ നിങ്ങൾക്ക് ഞാൻ ആയുസ് നൽകിയില്ലേ? 70 വയസ്സുവരെ നിങ്ങൾക്ക് ഞാൻ ആയുസ് നൽകിയില്ലേ? എന്തുകൊണ്ട് ആ ആയുസ്സിൽ നിങ്ങൾ ചിന്തിച്ചില്ല? എന്തുകൊണ്ട് ആ സമയത്തിൽ നന്ദിയുള്ള ജീവിതം നയിച്ചില്ല? എന്തുകൊണ്ട് ആ ദിവസത്തിൽ ആ സമയത്തിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടില്ല? എന്തുകൊണ്ട് ആ സന്ദർഭത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ടില്ല? എന്തുകൊണ്ട് ഞാനുമായി അടുത്തില്ല? എന്തുകൊണ്ട് പ്രവാചകരുടെ ചര്യയുമായി ബന്ധപ്പെട്ടില്ല? എന്തുകൊണ്ട് പരിശുദ്ധമായ വചനവുമായി ബന്ധപ്പെട്ടില്ല? അതുകൊണ്ട് നന്ദികെട്ട മനുഷ്യ വിഭാഗമേ, നിങ്ങൾക്കൊരു കാരണവശാലും ദുനിയാവിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം. ഫദൂഖൂ, അല്ലാഹു തആല നന്ദികെട്ട മനുഷ്യ വിഭാഗത്തിനോട് മറുപടി പറയുകയാണ്. ഫദൂഖൂ ഫമാലിദ്ദാലിമീന മിൻ നസീർ. അക്രമികളാകുന്ന വിഭാഗത്തിന്, നന്ദികെട്ട വിഭാഗത്തിന്, അഹങ്കാരികളാകുന്ന വിഭാഗത്തിന് ഒരു സഹായിയും ഈ ഭീകരമായ നരകത്തിലേക്ക് കടന്നു വരുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക മനുഷ്യ വിഭാഗമേ. നമസ്കാരമില്ലാത്ത ജീവിതം നയിച്ച നന്ദികെട്ട മനുഷ്യ, നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു ഈ മനുഷ്യനോട് കൽപ്പിക്കുമ്പോൾ ഈ മനുഷ്യന് നന്ദികെട്ട മനുഷ്യൻ വീണ്ടും പറയുകയാണ്, പടച്ച തമ്പുരാനെ, ഇനി ഞങ്ങൾ നന്ദികെട്ട ജീവിതം നയിക്കുകയില്ല അല്ലാഹ്. സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് അല്ലാഹ്, ഞങ്ങൾ നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും വിശ്വാസികളിൽ പെട്ടവരായിക്കൊണ്ടുള്ള ജീവിതം നയിച്ചുകൊള്ളാം. വീണ്ടും പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രതികരണ ശൈലി പ്രകാരമാണ്. ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബൽ വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻ വഇന്നഹും ലകാദിബൂൻ. അല്ലാഹു തആല ആ നന്ദികെട്ട മനുഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്, മനുഷ്യ നീ മനസ്സിലാക്കിക്കൊള്ളുക, നന്ദികെട്ട മനുഷ്യ നീ മനസ്സിലാക്കിക്കൊള്ളുക, ഈ ദുനിയാവിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിന്റെ ചിന്താഗതി അത് മോശമായ ചിന്തയാണ്. നിന്റെ ഈ മോഹം അത് അതിമോഹമാണ് മനുഷ്യ. ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ
വളരെ ആഗ്രഹത്തോടുകൂടി ആവേശത്തോടുകൂടി ദുനിയാവിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു തആല ഈ മനുഷ്യവിഭാഗം ദുനിയാവിൽ വെച്ച് ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഖുർആനിന്റെ ആയത്താണ് സഹോദരി, ഇത് ഷഫീഖ് റഹ്മാനിയുടെ വചനമല്ല. ഇത് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനമാണ്. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണ്, ഇത് പുലരുക തന്നെ ചെയ്യും. ഖുർആനിന്റെ ആയത്ത് തന്നെയാണ്. സൂറത്തുൽ അൻആം ആദ്യ ഭാഗം പറയപ്പെടുന്നു, ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബ്ൽ. മുമ്പ് ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളും, ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും, രഹസ്യമായി ചെയ്തു കൂട്ടിയ പാപങ്ങള്, പരസ്യമായി ചെയ്ത പാപങ്ങള്, ഒറ്റയ്ക്ക് ചെയ്ത പാപങ്ങള്, അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങള്, അറിയാതെ ചെയ്ത പാപങ്ങള്, എത്ര നമസ്കാരം ഉപേക്ഷിച്ചു, എത്ര സന്ദർഭത്തിൽ അവിഹിതമായി ബന്ധപ്പെട്ടു, ആരുമായൊക്കെ ബന്ധപ്പെട്ടു, എത്ര പ്രാവശ്യം അവിഹിതമായി ബന്ധപ്പെട്ടു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരി, എത്രയോ ചെറുപ്പക്കാരന്മാർ ഈ വേണ്ടാത്ത പ്രവണതയുമായി ബന്ധപ്പെടുന്നു. ഗൾഫിൽ നിൽക്കുന്ന സഹോദരന്മാരുടെ ഭാര്യമാർ നന്ദികെട്ട ജീവിതം നയിക്കുന്നില്ലേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, ആക്ഷേപിക്കുകയല്ല, പരിഹസിക്കുകയല്ല. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ വചനമാണ്, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനമാണ്. എത്ര പ്രാവശ്യം അവഹിതമായി ബന്ധപ്പെട്ടാലും ഈ പ്രാവശ്യമെല്ലാം, ഈ തവണയെല്ലാം, ഈ എണ്ണമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നതാണ്. ഗൾഫിൽ നിൽക്കുന്ന സഹോദരൻ, ഭർത്താവ്, ആ ഭർത്താവിന്റെ ഭാര്യ ഇവിടെ അഴിഞ്ഞാടി ജീവിക്കുകയാണ്, അവിഹിതമായി ബന്ധപ്പെടുകയാണ്. ഈ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഊണും ഉറക്കവുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ചോര നീരാക്കി ജോലി ചെയ്യുകയാണ്, സാമ്പത്തികം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇവിടെ അടിച്ചുപൊളിച്ചുള്ള ജീവിതം നയിക്കുകയാണ്. മറ്റുള്ള സഹോദരന്മാരുമായി ബന്ധപ്പെടുകയാണ്. വല്ലാഹി സുമ്മ വല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ വ്യക്തമാക്കി തരുന്നതാണ്, ഈ സമയത്തെ വ്യക്തമാക്കി കാണിക്കുന്നതാണ്, ഈ മനുഷ്യനെ വ്യക്തമാക്കി കാണിക്കുന്നതാണ്. കേവലം സഹോദരിമാരെ മാത്രമല്ല, പിന്നെയോ സഹോദരാ ചിന്തിച്ചുകൊള്ളുക. സ്നേഹത്തോടുകൂടി പെരുമാറുന്ന, തന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാർ എത്രയെത്രയോ ഭർത്താക്കന്മാരുണ്ട്. തൊലിവെളുപ്പുള്ള സ്ത്രീകളെ കാണുമ്പോൾ അവരുമായി ബന്ധപ്പെടുകയാണ്, തന്റെ മനസ്സ്, തന്റെ സ്നേഹം അവരിലേക്ക് ചായിക്കുകയാണ്, അവരുമായി അവിഹിതമായി ബന്ധപ്പെടുന്നു. ഈ സഹോദരിയോട്, ഈ ഭാര്യയോട് കാണിക്കുന്ന ഏറ്റവും നന്ദികേടല്ലേ, വഞ്ചനയല്ലേ സഹോദരന്മാരെ? നിങ്ങളെക്കുറിച്ചോ അല്ല പറയുന്നത്. നാട്ടിൽ ഒരുപാട് നടക്കുന്ന സംഭവമാണ്, പ്രവണതയാണ്, പല ഭാഗങ്ങളിലും നടക്കുന്ന മോശമായ പ്രവണതയാണ്. ഇത് നന്ദികെട്ട ജീവിതമാണ്, ഇത് ഭർത്താക്കന്മാരെ വഞ്ചിക്കലാണ്, ഇത് ഭാര്യമാരെ വഞ്ചിക്കലാണ്. തീർച്ചയായും ഈ വഞ്ചന ഏതാണോ, ഈ വഞ്ചനയും, ഈ വഞ്ചന നടത്തിയ സമയവും, ഈ വഞ്ചന നടത്തിയ സ്ഥലവും, ഈ വഞ്ചന നടത്തിയ എല്ലാ സന്ദർഭങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുകയാണ്. ഇത് ഖുർആനിന്റെ ആയത്താണ്. ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബ്ൽ. ചെയ്തു കൂട്ടിയ സകലമായ തെറ്റുകുറ്റങ്ങളും ഒരു ദിവസത്തിൽ എത്ര വഖ്ത് ഒഴിവാക്കി, ഒരു മാസത്തിൽ എത്ര വഖ്ത് ഉപേക്ഷിച്ചു, ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം പലിശ മേടിച്ചു, പലിശ കൊടുത്തു, ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം കള്ളുകുടിച്ചു, ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം ഹറാമിയത്തുമായി ബന്ധപ്പെട്ടു. എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി കാണിച്ചു തരുന്നതാണ്. പിന്നെ ചോദിക്കാൻ പറ്റൂലല്ലോ, കാരണം ഈ തെറ്റുകളും തെറ്റ് ചെയ്ത സമയങ്ങളും ഒക്കെ ഈ മനുഷ്യനങ്ങോട്ട് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. നന്ദികെട്ട മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകും. അത്ഭുതമേ അത്ഭുതം, മഹാ അത്ഭുതം, ഭീകരമായ കടുപ്പമേറിയ അത്ഭുതം തന്നെ. ഇതങ്ങോട്ട് കണ്ടുമുട്ടുമ്പോൾ ഓരോ തെറ്റും ചെയ്തു കൂട്ടിയ തെറ്റുകളും സമയങ്ങളും ഒക്കെ ഈ മനുഷ്യൻ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹു തന്നെ ഈ നന്ദികെട്ട മനുഷ്യനോട് മറുപടി കൊടുക്കുകയാണ്. വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ. ഈ ആയത്തും കൂടി ഇൻഷാ അല്ലാഹ് സമയം അധികരിച്ചിരിക്കുകയാണ്. മാത്രമല്ല
അവിടെ ഭക്ഷണം എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. വീട്ടിൽ പോയി കഴിക്കണം, ഇറങ്ങണം, സുബഹിക്ക് പള്ളിയിലേക്ക് വരണം, സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ എന്നിട്ട് നിസ്കരിക്കണം. സമയം അധികരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം വിഷമമാകും. അതുകൊണ്ട് അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ ആയത്തും കൂടി ഊതിക്കൊണ്ട് സമയം ഒരുപാട് ഉണ്ടായിരുന്നുവെങ്കിൽ, നേരത്തെ തുടങ്ങിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസവും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ വിശാലമായി സംസാരിക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് സാഹചര്യം പോലെ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈ തെറ്റുകുറ്റങ്ങളൊക്കെ ഈ നന്ദികെട്ട മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുക, നന്ദികെട്ട മനുഷ്യ, നീ എന്നോട് എന്താ പറഞ്ഞത്? ദുനിയാവിലേക്കൊന്ന് മടക്കി വിടുകയാണ് എങ്കിൽ ഞങ്ങൾ നിസ്കരിച്ചുകൊള്ളാം, ഞങ്ങൾ പ്രവാചക ചര്യയെ പിൻപറ്റിക്കൊള്ളാം, ഞങ്ങൾ നോമ്പ് പിടിക്കാം, ഞങ്ങൾ സൽക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊള്ളാം, ഞങ്ങൾ വഞ്ചന കാണിക്കൂല, ഞങ്ങൾ നന്ദികെട്ട ജീവിതം നയിക്കൂല. അല്ലാഹ് ഇൻഷാ അല്ലാഹ് അവിടെ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം മേടിച്ചതിന് ശേഷമേ പോകാവൂ. സമയം അധികരിച്ചതിന്റെ പേരിൽ വിഷമമുണ്ടാകും എന്നെനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ നിർത്തിയേക്കാം. എല്ലാവരും നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ബറക്കത്താണ്, ബറക്കത്തിന്റെ ഭക്ഷണമാണ്. ഇതെല്ലാവരും മേടിച്ചതിന് ശേഷമേ പോകാൻ പാടുള്ളൂ. അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കൽപ്പന എന്താ? വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻ വഇന്നഹും ലകാദിബൂൻ. മനുഷ്യ, നന്ദികെട്ട മനുഷ്യ, നീ ദുനിയാവിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ നന്ദിയുള്ള മനുഷ്യനായിക്കൊള്ളാം, നീ നന്ദിയുള്ള മനുഷ്യനായിക്കൊള്ളാം, നമസ്കാരം നിലനിർത്തിക്കൊണ്ട് ഭയഭക്തിയുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യനായിക്കൊള്ളാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇത് കള്ളം തന്നെയാണ്, കള്ളം തന്നെയാണ്. വലൗ റുദ്ദൂ, അവരെ മടക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹപ്രകാരം ദുനിയാവിന്റെ ജീവിതത്തിലേക്ക് അവരെന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, നന്ദികെട്ട മനുഷ്യന്മാർ പല ആവശ്യങ്ങളും എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദുനിയാവിലേക്ക് ഞാൻ അവരെ മടക്കി വിട്ടു കഴിഞ്ഞാൽ ലആദൂ, സഹോദരി, അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, തീർച്ചയായും അവർ മടങ്ങുന്നതാണ്. ലിമാനുഹു അൻഹു വഇന്നഹും ലകാദിബൂൻ. ഏതൊരു കാര്യമാണോ തടയപ്പെട്ടത് ആ തടയപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ അവർ മടങ്ങിപ്പോകുന്നതാണ്. കള്ളുകുടി അല്ലാഹു തആല നിരോധിച്ചുവെങ്കിൽ ആ കള്ളുകുടിയിലേക്ക് തന്നെ തീർച്ചയായും അവർ മടങ്ങുന്നതാണ്. ഈ സന്ദർഭത്തിൽ എന്നോടെന്താണ് പ്രതിജ്ഞ എടുത്തത്? ഞങ്ങൾ കള്ളുകുടിക്കൂല, ഞങ്ങൾ വിഭജനിക്കൂല, ഞങ്ങൾ പലിശ മേടിക്കൂല, ഞങ്ങൾ ചീട്ട് കളിക്കൂല, ഞങ്ങൾ ചൂത് കളിക്കൂല, ഞങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കൂല, ഞങ്ങൾ ഹബീബായ തങ്ങളുടെ ശരീരം ഉപേക്ഷിക്കൂല, നന്ദിയുള്ള മനുഷ്യന്മാരായിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലാഹു കൽപ്പിക്കുകയാണ്, ദുനിയാവിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അവർ മറന്നു പോകുന്നതാണ്. അവർ കള്ളുകുടിയുമായി തീർച്ചയായും ബന്ധപ്പെടും, അവർ അവിഹിതമായി ബന്ധപ്പെടും, വ്യഭിചാരവുമായി ബന്ധപ്പെടും, സിനയുമായി ബന്ധപ്പെടും, അവർ അതേപോലെ പലിശയുമായി ബന്ധപ്പെടും, ഹറാമിയത്തിന്റെ പാതയുമായി തീർച്ചയായും അവർ ബന്ധപ്പെടുന്നതാണ്. വഇന്നഹും ലകാദിബൂൻ, കള്ളന്മാരാണ്, കള്ളം പറയുന്നവരാണ്, അവർ നന്ദികെട്ട മനുഷ്യന്മാരാണ്. അതുകൊണ്ട് ഫദൂഖൂ ഫമാലിൻ ളാലിമീന മിൻ നസീർ, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, അനുഭവിച്ചു കൊള്ളുക. ദുനിയാവിൽ വെച്ച് നന്ദികെട്ട ജീവിതം നയിച്ചതിന്റെ പേരിൽ സന്തോഷമുള്ള ജീവിതം ഞാൻ നിങ്ങൾക്ക് നൽകി, ആഫിയത്തിന്റെ ജീവിതം നൽകി, സിഹത്തിന്റെ ജീവിതം നിങ്ങൾക്ക് നൽകി, നിങ്ങൾക്ക് സാമ്പത്തികം നൽകി, നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകി, നിങ്ങൾക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകി. അതൊക്കെ മേടിച്ചുകൊണ്ട് എന്നെ കുറിച്ച് ചിന്തിക്കാത്തതിന്റെ പേരിൽ ഇങ്ങോട്ട് വരുവാൻ കൽപ്പിച്ചു, അങ്ങോട്ട് പോയതിന്റെ പേരില് നന്ദികെട്ട മനുഷ്യന്മാരെ അനുഭവിച്ചു കൊള്ളുക, അനുഭവിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്. ഭീകരമായ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. അവിടെ കിടന്നു പിന്നെയുള്ള ജീവിതം, കാലാകാല ജീവിതം നരകത്തിന്റെ അവകാശിയായി തീരുന്നു, നരകത്തിന്റെ ശിക്ഷകൾക്ക് അർഹരായിത്തീരുന്നു. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്, ഓരോ അനുഗ്രഹങ്ങളും പറയാനുണ്ട്, പക്ഷേ സമയമില്ല. നന്ദിയുള്ള മനുഷ്യന്മാരായി നാവ് കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുക, കണ്ണുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുക, കൈകൊണ്ട്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുക. വിശിഷ്യായി നാവ് കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്ദി പ്രകടിപ്പിക്കുക.
ഈ നാവ് കൊണ്ട് നന്ദി പ്രകടിപ്പിക്കാതെ നന്ദി കെട്ട ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാം പോയി, നമ്മുടെ നിസ്കാരം പോയി, എല്ലാം പോയി. നമുക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം പിന്നെ ഭയഭക്തിയുള്ള ജീവിതമൊക്കെയുണ്ട്. പക്ഷെ നാവ് ശരിയല്ല എങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വിശിഷ്യ ഈ ശഅബാനിന്റെ മാസത്തിൽ സ്നേഹ സന്ദേശമായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ നൽകുന്നത്, ഈ ശഅബാൻ മാസത്തിന്റെ സന്ദേശമായി നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്, നാവിനെ സൂക്ഷിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ആവർത്തിച്ച് ചൊല്ലുക. വിശുദ്ധമായ ഖുർആൻ ശരീഫുമായി ധാരാളം ബന്ധപ്പെടുക. ഒരുപാട് പാരായണം ചെയ്യുക. നമ്മുടെ മനസ്സിന് ശാന്തതയുണ്ടാകും, നമ്മുടെ ജീവിതത്തിന് സന്തോഷമുണ്ടാകും, നമ്മുടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല സംരക്ഷണം നൽകും, നമ്മുടെ കടങ്ങൾ അല്ലാഹു തആല വീട്ടി തരും, നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു തആല നിർവഹിച്ചു തരും. തീർച്ചയായും ഈ നാവ് കൊണ്ട് ഇപ്രകാരമുള്ള സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പള്ളി നിർമ്മാണത്തിന് വേണ്ടിയും മദ്രസ നിർമ്മാണത്തിന് വേണ്ടിയും ഒക്കെ എല്ലാവരും അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. 10,000 രൂപയും 5,000 രൂപയും സിമന്റും കമ്പിയും കല്ലും ഒക്കെ ഒരുപാട് ഓഫർ ചെയ്തു. അതാരും ഉപേക്ഷിക്കരുത്. അവര് അല്ലാഹുവിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സദസ്സിൽ വെച്ച്, ഇൽമിന്റെ സദസ്സിൽ വെച്ച്, അല്ലെങ്കിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സദസ്സിൽ വെച്ച് പറഞ്ഞതായിരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകളുടെ സദസ്സിൽ വെച്ച് പറഞ്ഞതായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക, എത്രയും വേഗം അത് കൊടുക്കാൻ ശ്രമിക്കുക. അത് കൊടുത്തില്ല എങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ശിക്ഷയ്ക്ക് അർഹരായി തീരുന്നതാണ്. പറയുവാൻ കാരണം, ഇവിടെ ഇത് നിങ്ങളുടെ ശൈലി കണ്ടതിന്റെ പേരിലോ കേട്ടതിന്റെ പേരിലോ ഒന്നുമല്ല. പിന്നെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, പല സദസ്സിലേക്കും ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ ട്രിവാൻഡ്രം ജില്ലയിലുള്ള ശൈലിയാണ്. ആവേശത്തോടു കൂടി എഴുന്നേറ്റ് പറയും. കാസർഗോഡ് അങ്ങനൊന്നുമല്ല. കാസർഗോഡ് വർഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് സദസ്സുകളിൽ വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് സഹോദരന്മാരുമായി ആത്മാർത്ഥമായി ബന്ധം സ്ഥാപിച്ച മനുഷ്യനായതിന്റെ പേരിൽ പറയുകയാണ്. ഒരു വിഷയം എഴുന്നേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് കൊടുക്കും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. പക്ഷെ നിങ്ങളെ കുറിച്ചല്ല, നമ്മുടെ ആ പ്രദേശം ആവേശം കൊണ്ട് എഴുന്നേറ്റ് പറയും. 5, 10, 15, 25, 50, 1 ലക്ഷമൊക്കെ വിളിച്ച് പറയും. പക്ഷേ ചെല്ലുമ്പോൾ ഒന്നുമില്ല. ചില സദസ്സിൽ 25 ലക്ഷം ഉസ്താദ് പിരിച്ചു എന്ന് പറയും. പടച്ചവനെ, ഇന്ന ഉസ്താദ് വന്നിട്ട് 25 ലക്ഷം രൂപ പിരിച്ചു. കിട്ടുന്നത് 5 ലക്ഷമായിരിക്കും. കിട്ടുന്നത് 5 ലക്ഷം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. അവിടുത്തെ ശൈലി അങ്ങനെയാണ്. അതൊക്കെ ഓരോ സഹോദരന്മാരും എഴുന്നേറ്റ് പറയുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഇത് അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കുകയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് എഴുന്നേറ്റ് പറയുകയാണ്, കരാറ് വെക്കുകയാണ്, ഞാൻ ഇന്നത് കൊടുക്കാമെന്നത്. കരാറ് ലംഘിച്ചു കഴിഞ്ഞാൽ മുനാഫിക്കിന്റെ അടയാളമായി തീർന്നു. വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ലംഘിക്കുക എന്നുള്ളത് മുനാഫിക്കിന്റെ അടയാളമാണ്. കരാറ് പാലിക്കാതിരിക്കുക എന്നുള്ളത് മുനാഫിക്കിന്റെ അടയാളമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും അത് പാലിക്കുന്നവരാണ്, നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ബന്ധപ്പെടുന്നവരാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. എത്രയും വേഗം അത് കൊടുത്തു പൂർത്തീകരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുക. അതുമായി ബന്ധപ്പെടുക. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കാശ് കയ്യിലില്ല എങ്കിൽ, പടച്ചവനെ, ഞാൻ കരാറ് ചെയ്തിട്ടുണ്ട്, ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പടച്ചവനെ, അത് കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല അല്ലാ, നീ എത്രയും വേഗം അതിൽ ഹലാലായ മാർഗം നീ തുറന്നു തരണമേ അല്ലാ, സാമ്പത്തികം എത്രയും വേഗം നൽകണേ അല്ലാ. ആത്മാർത്ഥമായി നമസ്കരിച്ചുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ടതിന് ശേഷം, ദിക്ർ ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു തആല അതിനുള്ള മാർഗം എത്രയും വേഗം തുറന്നു തരും. സാമ്പത്തികം കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ ഗൾഫിൽ പ്രത്യേകം ഒരു വിഭാഗം തന്നെയുണ്ട്, പ്രത്യേകം ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. നിർമ്മാണത്തിനാണെങ്കിലും മദ്രസ നിർമ്മാണത്തിനാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് എന്നറിയാൻ സാധിച്ചു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, അവരുടെ എല്ലാ ജോലികളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് കിട്ടുന്ന സാമ്പത്തികത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അവരുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു തആല സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഖിയാമത്ത് വരെ ഈ പ്രവർത്തനങ്ങളെ അള്ളാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. സന്താന പരമ്പരകളിലൂടെ അള്ളാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. അതെല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ ചെയ്യുക. അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ സാമ്പത്തികം കയ്യിലുള്ള പുരുഷന്മാരിലേക്ക് വന്നിട്ടില്ല. സാമ്പത്തികം കയ്യിലുണ്ടെങ്കിൽ ഇതിന്റെ പേര് പപ്പായ. നമ്മുടെ നാട്ടിൽ കപ്പയ്ക്കാൻ പറയും, ഇവിടെ പറയുകയല്ലേ പപ്പായ. വളരെ ടേസ്റ്റുള്ള, ശരീരത്തിന് ഗുണം ചെയ്യുന്ന വസ്തുവാണ്, ആഹാര സാധനമാണ് ഇത്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ സദസ്സിൽ വെച്ച്, ഇൽമിന്റെ സദസ്സ്, ഖുർആനും ഹദീസും ഒക്കെ ധാരാളം പാരായണം ചെയ്ത പരിശുദ്ധ സദസ്സാണ്.
അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അണിനിരക്കുന്ന പരിശുദ്ധമായ സദസ്സാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധമായ വസ്ത്രങ്ങൾ കാണിച്ചു. എന്നിട്ട് അത് ലേലം വിളിച്ചു. സ്വഹാബാക്കൾ അത് മേടിക്കാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. ധാരാളം കാശ് കൊടുത്ത് അത് മേടിച്ചു. അപ്പോൾ ലേലം ചെയ്യുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു വിഷയം, ഈ ഒരു ആഹാര സാധനം വളരെ ആത്മാർത്ഥതയോടുകൂടി ദീനിന് വേണ്ടി, ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിൽ വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആദ്യം 500 രൂപ വെച്ച് തുടങ്ങാം. ആത്മാർത്ഥമായി നിങ്ങൾ വിളിക്കുക. ഇൻഷാ അല്ലാഹ് 500 രൂപ 500 രൂപ 500 രൂപ ആരുമില്ലയോ? എനിക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. 500 രൂപ 600 രൂപ ഞാൻ വിളിക്കണം. 500 രൂപ സഹോദരിമാർ, രണ്ടെണ്ണം കൂടെ കേട്ടോ, ഒറ്റയാക്കില്ല, ഒറ്റയാക്കില്ല, രണ്ടെണ്ണമായിട്ട് 500 രൂപ, രണ്ടെണ്ണം കൂടി 500 രൂപ. ആരാ കൈവയ്ക്കരുത്? എല്ലാവരും ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ എനിക്കറിയാം. ഇതൊക്കെ പിന്നെ എങ്കിലും വീണ്ടും വീണ്ടും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാനസിക ചിന്താഗതിക്ക് വേണ്ടി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 500 രൂപ ആരാണ് കൊടുക്കുന്നത്? ആരാണ് വിളിക്കുന്നത്? ആരുമില്ലേ? താത്ത് വിളിക്കേണ്ടി വരും. 600 പറഞ്ഞാൽ 400 ആക്കണം. ഏതെങ്കിലും ഒരു സഹോദരന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട്, തോൽപ്പിച്ചുകൊണ്ട് ഏത് സഹോദരി ഇൻഷാ അല്ലാഹ് പറഞ്ഞത്? 500 രൂപ ഈമാനോടുകൂടി കൊണ്ട് 500 രൂപയുള്ളൂ. സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട്